Assalamu alaikum. മലബാർ റെവല്യൂഷൻ ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എന്നുള്ള വിഷയമാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. സ്വാഭാവികമായി മലബാർ സമരത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു ധാരണ നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്നതും നിങ്ങൾ വിവിധ ക്ലാസ്സുകളിൽ കൂടി കേട്ടതുമായ ഒരു കാര്യമുണ്ട്. അത് മലബാർ ലോകത്തെക്കുറിച്ചുള്ള മലബാറികളായ മുസ്ലിങ്ങളും മറ്റുള്ളവരും കൂടെ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു സാഹചര്യമാണല്ലോ ഇതിന്റെ പ്രധാന ഇതിവൃത്തം. ആ ഒരു സാഹചര്യത്തിൽ അതിനെ സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും മലബാർ സമരത്തിലേക്ക് നയിക്കുന്നതിന്റെ അതിന്റെ ഒരു ഗ്ലോബൽ പശ്ചാത്തലം അത് അറിയേണ്ടത് അനിവാര്യമാണ്. അതിന് ഈ ആഗോള പശ്ചാത്തലം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു ചരിത്രത്തിന്റെ ഒരു പിൻബലമുണ്ട്. അതിന് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. വിവിധ ചരിത്ര സംഭവങ്ങളിലൂടെയാണ് ഈ മലബാർ സമരം എന്ന് പറയുന്ന ആ ഒരു ആശയവും അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയ സംഭവങ്ങൾ നടക്കുന്നതെല്ലാം ഒരുപാട് ചരിത്രങ്ങളിലൂടെ കടന്നു വന്നതാണ്. അതായത് ബ്രിട്ടീഷുകാർ വരിക, അവർക്കെതിരെ പോരാടുക എന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇതിലോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിന് ഏകദേശം 1500 മുതലുള്ള ചരിത്ര പശ്ചാത്തലമെങ്കിലും ഇതിന്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ലോകത്ത് മുസ്ലിം നാടുകളിൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ നാടുകളിലും ഈസ്റ്റേൺ നാടുകളിലുമെല്ലാം ഏകദേശം 10-11 നൂറ്റാണ്ടോട് കൂടി ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ക്രുസേഡ് വാർ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കുരിശ് യുദ്ധം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആ സംഭവത്തോടു കൂടിയാണ് ഏകദേശം അറബ് മുസ്ലിം നാടുകളിലും വെസ്റ്റേൺ നാടുകളിലാണെങ്കിൽ പോലും ശക്തമായ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ തുടങ്ങുന്നത്. മുസ്ലിം നാടുകളിലും അവിടെയൊക്കെ പ്രാദേശികപരമായ യുദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ക്രുസേഡ് വാർ പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും അതുപോലെ തന്നെ ഈ ജർമ്മൻ ഫ്രാങ്ക് പോലുള്ള നോർമൻസ് പോലുള്ള ആൾക്കാരിൽ നിന്നുമുള്ള നല്ലൊരു സംഘം ഖുദ്സ് അതായത് മസ്ജിദുൽ അഖ്സ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും ആ ഭാഗങ്ങളിൽ അധികാരം നടത്തിയിരുന്ന മുസ്ലിം ഭരണാധികാരികൾ അവരോട് പോരാടുന്നതും തിരിച്ച് പ്രതിരോധിക്കുന്നതും അറ്റാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയൊക്കെ ചുരുക്കി പറയുന്നതാണല്ലോ ഈ കുരിശ് യുദ്ധം. ആ ഒരു കുരിശ് യുദ്ധത്തിന്റെ പശ്ചാത്തലം കേരളത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ബന്ധത്തിലേക്കാണ് നമ്മളുടെ ചർച്ചയെ ഞാൻ ആദ്യം കൊണ്ടുപോകുന്നത്. അതായത് ഈ മലബാർ സംഭവം മുസ്ലിങ്ങളുടെ പാശ്ചാത്യ അധിനിവേശ വിരുദ്ധ സമരം എന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രം തുടങ്ങിയതല്ല. അതിനു മുമ്പ് സാമൂഹിക രാഷ്ട്രീയ മത നേതാക്കളുടെ പിൻബലത്തോടു കൂടി ഏകദേശം 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ മുസ്ലിങ്ങൾ ഈ പറയുന്ന പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചിരുന്നു എന്നതും കൂടി നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ്. ആ ഒരു സാഹചര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ക്രുസേഡ് വാർ എന്ന് പറയുന്ന കുരിശ് യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധത്തിലേക്കുള്ള ഒരു മടക്കം അനിവാര്യമാണ്. അറബ് മുസ്ലിം നാടുകളിലെ എല്ലാം ഈ പറയുന്ന ഫലസ്തീന്റെയും പേരിലും അതിന്റെ പേരിൽ നടക്കുന്ന വിവിധ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് ഏകദേശം 1492 മുസ്ലിം ഒരു കാലം ഏകദേശം 800-900 വർഷം ഏകദേശം പറയുകയാണെങ്കിൽ 756 മുതൽ 1492 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്പെയിൻ എന്ന് പറയുന്ന അന്ന് അന്തുലുസ് എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ ഭരിച്ചിരുന്ന വിവിധ മുസ്ലിം ഡൈനാസ്റ്റികളെ അവസാനം 1492 അവരെ അടിച്ചൊടുക്കുകയും അവിടെ സ്വാഭാവികമായും ഇസബെല്ലയുടെയും ഫെർഡിനാൻഡിന്റെയും നേതൃത്വത്തിൽ അധികാരത്തിലേറുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം സ്പാനിഷ് പോർച്ചുഗീസ് പശ്ചാത്തലം ഈ ഒരു വിഷയത്തിന്റെ പ്രധാന ഘടകമാണ്. അങ്ങനെയാണ് അതേ കാലഘട്ടത്തിൽ വാസ്കോഡ ഗാമ എന്ന് നമ്മൾ വിളിക്കുന്ന വാസ്കോഡി ഗാമ അല്ലെങ്കിൽ വാസ്കോഡ ഗാമ എന്ന് വിളിക്കുന്ന ആ ഒരു അധിനിവേശകൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന അദ്ദേഹം വിവിധ ലോകരാഷ്ട്രങ്ങളിലേക്ക് പോർച്ചുഗൽ എംപയറിന്റെ പോർച്ചുഗൽ കിങ്ഡത്തിന്റെ അധികാര വ്യാപനവും കച്ചവട വ്യാപനവും അധിനിവേശ വ്യാപനവും ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്.
അങ്ങനെയാണ് 1498 മെയ് 20-ന് 1498-ന് കാപ്പാട് കാലിക്കറ്റിൽ വന്നിറങ്ങുന്നത്. ഈ ഒരു യാത്ര യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന കേരളത്തിലെ മലബാർ എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന ചർച്ചയാടേന് പൊതുവാണെങ്കിലും കേരളത്തിലെ കൊച്ചിയൊക്കെ അടക്കമെന്നുള്ള പ്രദേശങ്ങളിലെല്ലാം സാമ്രാജ്യത്വ ഒരു വൈദേശിക ശക്തി ഒരു സൈന്യമായി വന്ന് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അടിച്ച് സ്ഥാപിക്കാനുള്ള ഒരു ശക്തിയായി വരുന്നത് ഈ പറയുന്ന വാസ്കോഡി ഗാമയുടെ വരവോട് കൂടിയാണ്. അത് ഈ പറയുന്ന 1498 കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം ഉണ്ടാവുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ചരിത്രം നമ്മൾ പറയണമെങ്കിൽ ഈ പറയുന്ന കുരിശ് യുദ്ധത്തിന്റെ പശ്ചാത്തലം നമ്മൾ പറയണം. അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമയുടെ കേരളത്തിലേക്കുള്ള വരവ് പറയണം. അതിനുശേഷമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് വിവിധ ഭാഗങ്ങളിലായി മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്കെതിരെ ശക്തമായ അധിനിവേശങ്ങൾ നടത്തുന്ന, ഉപദ്രവങ്ങൾ നടത്തുന്ന, ടോർച്ച് നടത്തുന്ന ആ ഒരു വിഭാഗത്തിനെതിരെ മുസ്ലിങ്ങളെയും അന്നത്തെ നാടുവാഴിയായ ഭരണാധികാരിയായ സാമൂതിരിയെയും ഉപയോഗിച്ചുകൊണ്ട്, സാമൂതിരൻ എന്നറിയപ്പെടുന്ന സാമൂതിരിയെയും സാമൂതിരിയുടെ കീഴിൽ മുസ്ലിങ്ങളെ അണിനിരത്തിക്കൊണ്ട് പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. ഈ പറയുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായി അതിന് തയ്യാറെടുക്കുന്നത് അദ്ദേഹമാണ്. ഇതാണ് മലബാർ സമരത്തിന്റെ, പൊന്നാനി കേന്ദ്രീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഇടപെടലുകൾ മലബാർ സമരത്തിന്റെ ചരിത്രം ഏകദേശം 2-3 നാടുകൾക്ക് പിറകിലേക്ക് പോവേണ്ടത് അനിവാര്യമാണ്. ഇങ്ങനെ പറയുമ്പോഴാണ് ഈ പറയുന്ന ഗ്ലോബൽ കോണ്ടെക്സ്റ്റിനെ, കുരിശ് യുദ്ധത്തിന്റെ ഒരു അടയാളത്തെ അത് നമ്മുടെ വിഷയത്തിലേക്ക് പറിച്ചു നടുമ്പോഴാണ്, കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തിന്റെ ഒരു വിശാലത മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ഈ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ സംഭവം പറയുന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആരാണ് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. നമുക്കറിയാം, അദ്ദേഹം 1465 ജനിക്കുന്നു. അദ്ദേഹം 1522 1465 ജനിച്ച് 1522 അദ്ദേഹം മരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ സുപ്രധാനമായ, അന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പഠനവുമായി പോകുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായി മാറിയ ആളാണ് ഈ മഖ്ദൂം ഒന്നാമൻ. അദ്ദേഹം ആദ്യം മക്കയിലേക്ക് പോവുക, അതിനുശേഷം അൽ-അസ്ഹറിൽ പോവുക. ആ ഭാഗങ്ങളിൽ അറേബ്യൻ യാത്രകൾക്കിടയിൽ ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട നിയമ വിദഗ്ധനായ പണ്ഡിതന്മാരിൽ ഒരാളായ ഇബ്നു ഹജർ ഹൈസമീനെ പോലുള്ള വലിയൊരു പണ്ഡിതന്റെ ശിഷ്യനായി മാറുക. അതുപോലെ തന്നെ വിവിധ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠിക്കുക. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന പോർച്ചുഗീസ് എംപയറിന്റെ, ഇംപീരിയലിസത്തിന്റെ, അധിനിവേശത്തിന്റെ ശക്തമായ സാന്നിധ്യം കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ പ്രകടമാവുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം തഹ്രീർ എന്നറിയപ്പെടുന്ന, തഹ്രീർ അലൽ ഈമാൻ അല അബ്ദത്തി സുൽബാൻ എന്നറിയപ്പെടുന്ന ഒരു ബുക്ക് തന്നെ എഴുതിയത്. ഈ ബുക്കിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അബ്ദത്തി സുൽബാൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അതായത് കുരിശിനെ ആരാധിക്കുന്നവർ. കാരണം ക്രുസേഡ് വാർ ശക്തമായിരുന്ന കാലഘട്ടം. ഈ പറയുന്ന 1453 ഇദ്ദേഹം ജനിക്കുന്നതിന് കുറച്ച് വർഷം മുമ്പാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. 1453 അതിന് കുറച്ചു കാലത്തിന് ശേഷമാണ് ഇദ്ദേഹം ജനിക്കുന്നത്. സ്വാഭാവികമായും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക, അത് മാത്രമല്ല ഉസ്മാനിയ ഖിലാഫത്തിന്റെ, ഉസ്മാനി കാലിഫേറ്റിന്റെ ശക്തമായ സ്വാധീനം 1517-20കളിൽ അറബ് നാടുകളും പ്രത്യേകിച്ച് ഹിജാസ് പോലുള്ള ഇന്ന് സൗദി അടക്കമുള്ള വിവിധ ഭാഗങ്ങൾ മുഴുവൻ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കൂടി ആ ഒരു പശ്ചാത്തലത്തിലുണ്ട്. ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ യാത്രകളും, ഈ പറയുന്ന അറേബ്യൻ നാടുകളിലേക്കുള്ള യാത്രകളും. അപ്പൊ ഈ പറയുന്ന ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ചിന്തകളിലും ഈ ഖിലാഫത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, അതുപോലെ തന്നെ കുരിശ് യുദ്ധത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഇതൊക്കെയുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഒരു പശ്ചാത്തലം കേരളത്തിൽ കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന ഈ കുരിശ് യുദ്ധക്കാർ, അതായത് അബ്ദത്ത് സുൽബാൻ,
എന്ന് തന്നെയാണ് തന്നെ ആ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുക. അത് മറ്റൊരു ചർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. അതായത് സാധാരണ ഒരു ഇസ്ലാമിക നിയമ വ്യവസ്ഥയിൽ ചർച്ചകളായി വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിലേക്ക് കാണുന്ന ചില പദപ്രയോഗങ്ങളാണ് ദാറുൽ ഹർബ്, ദാറുൽ ഇസ്ലാം എന്നൊക്കെ രണ്ട് പദപ്രയോഗങ്ങൾ കാണാം. അതായത് ദാറുൽ കുഫർ അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാം എന്ന രണ്ട് രീതിയിലും അത് വിഭജിക്കാറുണ്ട്. ഇസ്ലാമിൻ്റെതായ ഒരു ലോകം, അതുപോലെ തന്നെ കുഫറിൻ്റെതായ മറ്റൊരു ലോകം എന്ന രീതിയിൽ ഇതിനെ വേർതിരിച്ച് പറയാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം അപ്പോ ഒരു ചർച്ച തന്നെ ഉണ്ടാവാറുണ്ട്. മുസ്ലിങ്ങൾ ആരുടെ കീഴിലാണ് അണിനിരക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ചർച്ചയൊക്കെ സാധാരണ അന്നത്തെ നിയമ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ സാമൂതിരി അദ്ദേഹം ഷേഖ് മഖ്ദൂം ഒന്നാമൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ഭരണാധികാരിയായ സാമൂതിരിയുടെ കീഴിൽ മുസ്ലിങ്ങളോട് അണിനിരക്കാനാണ് പറയണത്. അതായത് ജിഹാദ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പൊതുവായ ധാരണയെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തിരുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് ഹിന്ദു ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് പൊതുവായ എനിമി, കോമൺ എനിമിക്കെതിരെ പോരാടാൻ അദ്ദേഹം ജനങ്ങളെ, മുസ്ലിങ്ങളെയും പൊതുജനങ്ങളെയും ഉണർത്തുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ രചനയിൽ കൂടി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ തന്നെ പ്രധാനപ്പെട്ട ചിന്തയെ സാമൂഹികമായ കാലികമായി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആ നാടിന്റെ സമാധാനത്തിന് വേണ്ടി അതിനെ നശിപ്പിക്കാൻ വരുന്നവരെ പോരാടുക, അവർക്കെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യം ഈ പറയുന്ന തഹരീറിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ഷേഖ് അബ്ദുൽ അസീസ്. അദ്ദേഹം പൊന്നാനി ഭാഗത്തെ കാളിയായിരുന്നു. ഈ ഷേഖ് അബ്ദുൽ അസീസ് ആണ് 1571 ചാരിയം ഫോർട്ട് കീഴടക്കാൻ വേണ്ടി അതിനുള്ള പോരാട്ടത്തിനെതിരെ നേതൃത്വം കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകനായ ഷേഖ് അബ്ദുൽ അസീസ് ആണ്. ഇങ്ങനെ ഒരു ചരിത്രം ആ കുടുംബത്തിന് തന്നെയുണ്ട്. ഇതേ കാലഘട്ടത്തിലാണ് കുഞ്ഞാലി മരക്കാരനെ ഇദ്ദേഹം മഖ്ദൂം ഒന്നാമൻ ഈ പറയുന്ന പോരാട്ട വീര്യം കൊടുക്കുകയും യുദ്ധത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് മഖ്ദൂം ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിന്റെ പൗത്രനാണ്, പേരക്കുട്ടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഈ ഒരു കാലഘട്ടം, അതായത് ഏകദേശം 52, 53, 57 കാലഘട്ടത്തിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിലും അന്നും പോർച്ചുഗീസ് സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ, മുജാഹിദുകൾക്കുള്ള ഇസ്ലാമിന്റെ പേരിൽ, അതായത് നന്മയുടെ പേരിൽ യുദ്ധം ചെയ്യുന്നവർക്കുള്ള സമ്മാനം എന്ന രീതിയിലാണ് ആ ബുക്കിന്റെ പേര് തന്നെ അദ്ദേഹം എഴുതുന്നത്. ആ ബുക്കിൽ തന്നെ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് എന്താണ് ജിഹാദ്, ജിഹാദിന്റെ ഡെഫിനിഷൻ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ റിവാർഡുകൾ, ഫലങ്ങൾ, ഇവിടെയും അവിടെയുമുള്ള പരലോകത്തുമുള്ള ഫലങ്ങൾ വിശദീകരിക്കുന്നു. എന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോർച്ചുഗീസുകാർ ആ നാട്ടിൽ അവരുടെ അക്രമങ്ങളും അവരുണ്ടാക്കുന്ന പ്രോബ്ലങ്ങളും മുഴുവനും അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് എന്ത് പ്രോബ്ലം സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം വാസ്കോഡി ഗാമയുടെ രണ്ടാമത്തെ വരവിൽ ആ ഒരു സമയത്ത് മക്കയിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ഹാജിമാരുടെ കപ്പലുകളെ അറ്റാക്ക് ചെയ്യുകയും നശിപ്പിക്കുകയും അവരെ കൂട്ടക്കൊല ചെയ്യുകയും കത്തിച്ചു കളയുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഇങ്ങനെ പറയുന്ന വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളോട് സാമൂതിരിയുടെ കീഴിൽ തന്നെ, അതായത് തന്റെ പ്രപിതാവായ വല്യുപ്പയായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനെ പോലെ തന്നെ സാമൂതിരിയുടെ കീഴിൽ പോരാടുവാൻ ഇദ്ദേഹവും പറയുന്നുണ്ട്. അതായത് ഒരേ ഫിഖ്ഹ്, സാധാരണ ഞാൻ പറഞ്ഞ അറബ് നാടുകളിലുള്ള ഫിഖ്ഹിനെ പോലെ ജിഹാദിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളെ പോലെയൊക്കെ മാറ്റി തിരിച്ചുകൊണ്ട് ഇവിടുത്തെ മെജോറിറ്റിയായ നല്ല മുസ്ലിങ്ങളോട് നന്നായി പെരുമാറുന്ന ആ നല്ല ഭരണാധികാരിയുടെ കീഴിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുക എന്ന് പറയുന്ന ചിന്തയാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടി കാണാൻ കഴിയും. ഇത് പിൽക്കാലത്ത്
മലബാർ സമരങ്ങളിലും അതുപോലെ തന്നെ കേരള മുസ്ലിങ്ങളുടെ പൊതുവായ ചിന്തകളിലുമെല്ലാം ഈ പറയുന്ന രചനകൾ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1583 ഇദ്ദേഹം മരണമടയുന്നത്. ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൽ പ്രമുഖരായ, ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിൽ പ്രമുഖരായ വിവിധ പണ്ഡിതന്മാരും ജീവിച്ചിരുന്നു. അതേ ഒരു ഉദാഹരണമാണ് ഖാദി മുഹമ്മദ്. അദ്ദേഹത്തിന്റെ രചനയാണ് ഫതഹുൽ മുബീൻ ലിസാമിരി അല്ലദി യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രചന. അധികവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പോരാട്ടങ്ങൾക്ക് എതിരായി എഴുതപ്പെട്ട നല്ലൊരു ശതമാനം രചനകളും കാവ്യങ്ങളാണ്, കവിതാ രൂപത്തിലാണ്. ഇതുപോലുള്ളതെല്ലാം കവിതാ രൂപത്തിലാണ്. ഈ പറയുന്ന രചനയിൽ പോലും ആ ബുക്കിന്റെ പേര് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്ന സാമരിയുടെ മഹത്തായ വിജയം എന്ന പേരിലാണ് ഈ ബുക്കിന്റെ പേര് തന്നെ ഖാദി മുഹമ്മദ് കൊടുക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ അത്രത്തോളം കേരളത്തിലെ ഇതര മതവിഭാഗത്തിലെ ഭരണാധികാരി ആണെങ്കിൽ പോലും അദ്ദേഹത്തോട്, അതായത് മുസ്ലിങ്ങളോട് നന്നായി പെരുമാറുന്ന, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വിവിധ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന രചനകൾ വിവിധ പണ്ഡിതന്മാർ വിവിധ കാലഘട്ടത്തിൽ കൂടി എഴുതിയിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന രചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഫതഹുൽ മുബീനും ആ രചനകൾ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു സമയത്ത് ഈ പറയുന്ന 1500 1600-കളിൽ 16-ാം നൂറ്റാണ്ട് തുടക്കങ്ങളിലെല്ലാം 16-17 നൂറ്റാണ്ടിലെല്ലാം പറയുന്ന ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും സൗത്ത് ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലുമെല്ലാം മുസ്ലിം ഭരണാധികാരികൾ, ശക്തരായ രാജവംശങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവങ്ങൾ നമ്മുടെ സ്വന്തം മലബാറിലും കൊച്ചി ഭാഗത്തിലും പോർച്ചുഗീസ്, ഡച്ച് അധിനിവേശങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഈ പറയുന്ന ഭരണാധികാരികളോട് സഹായം അന്വേഷിക്കുകയും അവർ ആവശ്യപ്പെടുകയും പക്ഷെ നിരസിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കാണാൻ കഴിയും. സുലൈമാൻ ഷായെ പോലുള്ള, അതുപോലെ തന്നെ ആദിൽ ഷായെ പോലുള്ള, ആദിൽ ഷായെ പോലുള്ള, ഗുജറാത്തിലെ ഭരണാധികാരിയെ പോലുള്ള, ഇങ്ങനെ വിവിധ മുസ്ലിം ഭരണാധികാരികൾ ഈ പറയുന്ന ആവശ്യത്തെ നിരാകരിക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്ന മുസ്ലിം പണ്ഡിതന്മാർ സാമൂതിരിയുടെ നേതൃത്വത്തിൽ പോരാടാൻ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തന്നെ ബുക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. അത്രയും സ്നേഹം, അത്രയും സഹവർത്തിത്വം കേരളത്തിലെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു ഭരണാധികാരികളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വേണം കരുതാൻ. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വശമാണ് കേരളത്തിലേക്ക് വന്ന അറബ് കച്ചവടക്കാർ. അവർ ചിലർ പ്രബോധകരാണ്, ചിലർ കച്ചവടക്കാരാണ്. ഈ പറയുന്ന കച്ചവടക്കാർക്കെല്ലാം ഇവിടുള്ള കേരളത്തിലെ ഭരണാധികാരികൾ വളരെ ഹാർദവമാണ് സ്വാഗതം ചെയ്തത് എന്ന് പോലും നമുക്ക് വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അറബികളോട്, പ്രത്യേകിച്ച് അറബി മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം അത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യൻ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രം എത്രത്തോളം സഹവർത്തിതമാണ് എന്ന് തന്നെ കുറിക്കുന്നതാണ് ഈ പറയുന്ന ചരിത്രങ്ങളുടെ എല്ലാം മറ്റൊരു ഉദാഹരണം. ഈ പറയുന്ന കേരളത്തിലേക്ക് അറബികൾ വന്നത്, മുസ്ലിങ്ങൾ വന്നത് കച്ചവടവും പ്രബോധനത്തിനുമാണെങ്കിൽ കേരളത്തിലേക്ക് വാസ്കോഡി ഗാമ വരുന്നത് പോർച്ചുഗൽ ഇൻവേഷനുള്ള തുടക്കം കുറിക്കാനായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ ഖാദി മുഹമ്മദിന്റെയും സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെയും രണ്ടാമന്റെയും രചനകളും അതുപോലെ തന്നെ ഖാദി അബ്ദുൽ അസീസിന്റെ രചനകളും ഉമർ ഖാദിയുടെ രചനകളും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു പടപ്പാട്ടുകൾ എന്നറിയപ്പെട്ട മറ്റൊരു സാഹിത്യ രചന. അതായത് കേരളീയ മുസ്ലിങ്ങളെ അധിനിവേശ വിരുദ്ധ മുഖം നൽകുവാൻ വേണ്ടി, അവർക്ക് ആ ഒരു മുഖം ഉണർത്തുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പടപ്പാട്ടുകൾ, മുസ്ലിങ്ങളുടെ മുൻകാല ചരിത്രങ്ങളെ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് അത് ശത്രുക്കൾക്കെതിരെ പോരാടാനുള്ള ആവേശവും ഊർജവും ഈ പറയുന്ന രചനകളിൽ കൂടി അവരുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. നമുക്ക് മായൻകുട്ടി വൈദ്യരിന്റെയും അതുപോലുള്ള വിവിധ
കവികളുടെയും രചനകൾ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന് നല്ല ഉദാഹരണങ്ങൾ കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലേക്ക് മറ്റൊരു ചരിത്രവും കൂടി കുറിക്കുന്നത്. ഏകദേശം സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഈ പറയുന്ന 16-17 നൂറ്റാണ്ടുകളുടെ ചരിത്രം പിന്നീട് വിട്ടുകഴിഞ്ഞാൽ, അവരുടെ മക്കൾ പരമ്പരയ്ക്ക് ശേഷം വന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബം കേരളത്തിന്റെ സവിശേഷ സാന്നിധ്യത്തിൽ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് മമ്പുറം തങ്ങന്മാരുടെ കുടുംബമാണ്. ഈ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലവും കൂടി വളരെ അനിവാര്യമായി നമ്മുടെ ബോധത്തിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ വരവിന് മുമ്പ് പോർച്ചുഗീസ്, ഡച്ച് അധിനിവേശമായിരുന്നു, അവർക്കെതിരെയായിരുന്നു ഇവർ പോരാടിയിരുന്നതെങ്കിൽ ഈ മമ്പുറം തങ്ങന്മാരുടെ വരവ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണർത്തുക എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ വരവും ഉണ്ടായിരുന്നത്. 1752 ജനിക്കുകയും 1845 മരിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് സയ്യിദ് അലവി തങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട മമ്പുറം തങ്ങൾ. അദ്ദേഹം നോക്കുക, നമ്മുടെ വിഷയം ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആണ്. കേരളത്തിന്റെ സാമൂഹിക മത രാഷ്ട്രീയ ചലനങ്ങളിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ, കേരളത്തിന്റെ പൊതുവായ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മലബാറിന്റെ ചരിത്രത്തിൽ അധിനിവേശ വിരുദ്ധ മുഖം നൽകുന്നതിൽ പ്രധാനപ്പെട്ട 19-ാം നൂറ്റാണ്ടിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സയ്യിദ് അലവി തങ്ങൾ ജനിക്കുന്നത് യമനിലാണ്, തെരീമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹളറമൗത്ത് ഭാഗത്തെ തെരീമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആ മനുഷ്യനാണ് പിന്നീട് കേരളത്തിലെ അദ്ദേഹം ഇവിടെ വരികയും കുടുംബസഹിതം ഇവിടെ വരികയും ഇവിടെ വന്നിട്ട് ഇവിടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വേണ്ടി നല്ലൊരു സാമൂഹിക രാഷ്ട്രീയ മത സൗഹാർദ്ദ സാഹചര്യം രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. കേരളത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കേരളത്തിന്റെ മതസൗഹാർദ്ദ മേഖലയിൽ കേരളത്തിന്റെ പൊതുശത്രുവിനെ എതിർക്കുന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ എത്രത്തോളം നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാരണം. ഈ പറയുന്ന സയ്യിദ് അലവി തങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയും കൂടി സയ്യിദ് അലവി തങ്ങളുടെ കാര്യത്തിലുണ്ട്. അലവി ത്വരീഖത്ത് എന്നറിയപ്പെടുന്ന അലവി ത്വരീഖത്ത് എന്നറിയപ്പെടുന്ന ബാലവി ത്വരീഖത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തെരീമിലെ ഹളറമൗത്ത് യമൻ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു സൂഫി ത്വരീഖത്താണ്. സാധാരണ തസവൂഫിനെ കുറിച്ചും സൂഫി ത്വരീഖത്തുകളെ കുറിച്ചുമുള്ള പൊതുവായ കൺസെപ്റ്റ് ഇവര് രാഷ്ട്രീയപരമായി ചിന്തിക്കാത്തതോ പക്ക അപൊളിറ്റിക്കലായ അരാഷ്ട്രീയമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വളരെ അതിതീക്ഷ്ണമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലാണ് പൊതുവെ അവരെ കാണുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ചരിത്രം, അതായത് അലവി തങ്ങളുടെ അലവി ത്വരീഖത്തിന്റെ ഷെയ്ഖായ സയ്യിദ് അലവി തങ്ങൾ, അദ്ദേഹമാണ് കേരളത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കേരളീയ നായകൻ, രാഷ്ട്രീയ നായകൻ എന്ന് ചേർക്കുമ്പോഴാണ് എങ്ങനെയാണ് ബാലവി ത്വരീഖത്തിന്റെ അംശങ്ങൾ ഒരു സൂഫി ത്വരീഖത്ത് എങ്ങനെ ആണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ പങ്കുവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലവും കൂടി ഇതിനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സൈഫുൽ ബത്താർ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രചന, സൈഫുൽ ബത്താറിൽ പോലും ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അവരുടെ കൊള്ളരുതായ്മകളും അവരിവിടെ ചെയ്യുന്ന പ്രശ്നങ്ങളെയും അതിനെതിരെ ഈ പറയുന്ന ജനങ്ങൾക്കെതിരെ പോരാടാൻ കൽപ്പിക്കുന്ന ആവേശോജ്വലമായ വർത്തമാനങ്ങളും അടങ്ങുന്ന രചനയാണ് സൈഫുൽ ബത്താർ. അത് സയ്യിദ് അലവി തങ്ങളുടെ രചനയാണ്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ 1845 കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്, ഇദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ചേരൂർ ചിന്ത് എന്നറിയപ്പെടുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു സിനിമ പോലും ഉണ്ടായിട്ടുണ്ട്, ടെലിഫിലിം പോലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ അലവി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നറിയപ്പെട്ട, അല്ലെങ്കിൽ ഫസൽ പാഷ എന്ന് വിളിക്കുന്ന ഫസൽ മമ്പുറം തങ്ങൾ എന്ന് പല പേരുകളിൽ മുസ്ലിം ലോകത്തറിയപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ജനിക്കുന്നത് 1820-ലാണ്. സ്വാഭാവികമായും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു ബാക്കപ്പ് ഉള്ള ഈ പറയുന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ
അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പിതാവ് വഴിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമുള്ള ആ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നേരിട്ട് കണ്ട ഈ പറയുന്ന മമ്പുറം തങ്ങളും അതേ മാർഗം തന്നെയാണ് പിൻപറ്റിയത് എന്ന് നമുക്ക് ചരിത്രം വായിക്കാൻ കഴിയും. ഒരു പക്ഷേ കേരളത്തില് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ മഖ്ദൂം ഒന്നാമൻ അദ്ദേഹം മക്കയിലേക്ക് പോവുകയും പിന്നെ അൽ അസ്ഹറിൽ അവിടെ കുറച്ചു കാലം 10-15 വർഷക്കാലം അവിടെ താമസിക്കുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷം അത്രയും ശക്തനായ ഒരു മുസ്ലിം നേതാവായി വരുന്നത് ഈ പറയുന്ന മമ്പുറം തങ്ങളാണ്, ഫസൽ പൂക്കോയ തങ്ങളാണ്. അതായത് കേരളീയ മുസ്ലിങ്ങളുടെ ഒരു സാന്നിധ്യം അദ്ദേഹം ആഗോള ഇസ്ലാമിക രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് വിവിധ പശ്ചാത്തലങ്ങളിലൂടെ വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ വസ്തുത. ഇത് പറയാനുള്ള പ്രത്യേക കാരണം നമുക്കറിയാം, വിവിധ പോരാട്ടങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ വിവിധ പോരാട്ടങ്ങളിൽ മമ്പുറം തങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മഞ്ചേരി പോലുള്ള സംഭവങ്ങളിൽ, അതുപോലെ തന്നെ കുളത്തൂർ പോലുള്ള പോരാട്ടങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളുടെ ചെറുപ്പക്കാരനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ഒരുപാട് വയസ്സിൽ അദ്ദേഹത്തിന്റെ യുവത്വവും അദ്ദേഹത്തിന്റെ മരണം വരെയും സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയിലെ പ്രത്യേകിച്ച് ഖിലാഫത്തിലെ വിവിധ മേഖലകളിൽ അധികാരത്തിൽ നിന്ന ആളാണ്. അത്രയും സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ 1849 മഞ്ചേരി കലാപം എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ മഞ്ചേരി റിവോൾട്ട് എന്ന് വിളിക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ ഇപ്പൊ പറയുന്ന 1921 മുമ്പുള്ള സംഭവ വികാസങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ പറയുന്ന പോരാട്ടങ്ങളെല്ലാം നമ്മുടെ പ്രധാന വിഷയങ്ങളിലേക്ക് പ്രധാന വസ്തുവായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ പറയുന്ന ഗ്ലോബൽ കോണ്ടക്സ്റ്റിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പം ഈ പറയുന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ 1849 പിന്നെ കുളത്തൂരിലെ ഏകദേശം പല ഘട്ടങ്ങളിലായി 1849 മുതൽ 1852 വരെയുള്ള കാലഘട്ടങ്ങളിലുമെല്ലാം കുളത്തൂർ ഭാഗത്തും മലബാറിലെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാർ ഫസൽ പൂക്കോയ തങ്ങൾ എന്നറിയപ്പെടുന്ന ആ പണ്ഡിതന്റെ ഒരു വെല്ലുവിളി മനസ്സിലാക്കുകയും അതായത് ബ്രിട്ടീഷുകാരുടെ മദ്രാസ് ഭരണകൂടം അതിന്റെ ശക്തമായ അവരുടെ അധിനിവേശ പരിശ്രമങ്ങൾക്ക് വെല്ലുവിളിയായി ഫസൽ പൂക്കോയ തങ്ങൾ മാറുന്നു എന്ന് മനസ്സിലാക്കിയതോട് അദ്ദേഹത്തെ അറേബ്യയിലേക്ക് നാട് കടത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ജീവിതം തുടക്കം മുതൽ അവസാനം വരെയും വളരെ ദീർഘവീക്ഷണതയോടുകൂടി വളരെ ധീരനായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് പോകുന്നത് യമൻ ഭാഗത്തേക്കും അവിടെ ഉസ്മാനി കാലിഫേറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായി അവിടെ മാറുകയും പിന്നീട് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന 1800 അവസാനത്തേക്കാണ് ഞാൻ ഈ ചരിത്രത്തെ കൊണ്ടുപോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഉസ്മാനിയ ഖിലാഫത്ത് കണ്ട ഏറ്റവും ശക്തരായ ഖലീഫമാരിൽ ഒരാളായ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ കാലഘട്ടം നടക്കുന്നത്. ഏകദേശം 1870 മുതൽ 1909 വരെയുള്ള കാലഘട്ടത്തിലാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഭരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ഈ പറയുന്ന അറബ് നാടുകളിൽ എത്തുന്നത്. ഈ ഖിലാഫത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം അവിടെ ഭരിക്കുകയും പിന്നീട് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അദ്ദേഹത്തെ തന്റെ ഇസ്താംബൂളിലുള്ള കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വസീറാവുകയോ അഡ്വൈസർ ആവുകയോ തീരുകയോ ചെയ്യുകയും പിന്നീട് അദ്ദേഹം അവിടെ തന്നെ ഇസ്താംബൂളിൽ തന്നെ മരണമടയുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഇസ്താംബൂളിലാണ്. നോക്കുക, കേരളത്തിന്റെ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായിരുന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അദ്ദേഹം പിന്നീട് എത്തുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ വളരെ സുപ്രധാനപ്പെട്ട ഒരു റോളിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഈ ഒരു കാലഘട്ടം, അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് മമ്പുറം തങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ സവിശേഷമായ വളരെ സ്ട്രാറ്റജിക്കായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് മുമ്പ് വരെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ അറബ് വിദൂര പ്രദേശങ്ങൾ പിടിച്ചെടുത്തെങ്കിലും തങ്ങളുടെ അധികാരത്തിന്റെ കീഴിലായിരുന്നുവെങ്കിൽ പോലും അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ടുള്ള അധികാര പരിധി ഉണ്ടായിരുന്നില്ല. പക്ഷേ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ്
ഇദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാരം ഈ പറയുന്ന അറബ് നാടുകളിൽ വീണ്ടും കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടത്തി. അത് ഇദ്ദേഹത്തിന്റെ ഉപദേശ ഫലമായിരുന്നു അത് സംഭവിച്ചത്. അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ വീണ്ടും ആ പ്രദേശങ്ങളിൽ ശക്തമായ ഒരു റോൾ ഉണ്ടാക്കി തീർക്കാൻ കാരണമായി എന്നുള്ളതും കൊണ്ടാണ്. ഒരു മലയാളിയുടെ, ഒരു കേരളക്കാരന്റെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാര പരിധിയിൽ കേന്ദ്രീകരണം ഉണ്ടാക്കാനുള്ള സംഭാവനയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ പിന്നീട് തുർക്കി ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ക്രോണിക്കിൾസും എല്ലാം ഇന്നറിയപ്പെടുന്നത് ഫസൽ പാഷ എന്നുള്ളത് കൊണ്ടാണ്. ഫസൽ എന്നുള്ള അറബി പദമാണെങ്കിലും നമ്മൾ മലയാളത്തിൽ ഫസൽ എന്ന് വായിക്കുന്നു. അവര് തുർക്കിയിലും അത് ഫസൽ എന്നാണ്. അവിടെ ഖിലാഫത്തിന്റെ അധികാര പരിധിയിലുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ കൊടുക്കുന്ന പദം പാഷ എന്നതായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്ര രചനകളിലും മുഴുവനുമെല്ലാം ഫസൽ പാഷ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബുസ്പിനാറിന്റെ രചനകളെ പോലുള്ള വിവിധ രചനകളിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ഒരുപാട് തുർക്കിക്കാർ അദ്ദേഹത്തിന്റെ സവിശേഷമായ സംഭാവനകളെ കുറിച്ചും രാഷ്ട്രീയ സാന്നിധ്യത്തെ കുറിച്ചുമുള്ള പഠനങ്ങൾ അവിടെ നടത്തിയതായി ഇന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു യുഗം തന്നെ തീരുകയായിരുന്നു. 1901 അദ്ദേഹം മരിക്കുന്നത്. 1901, അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ അധികാരം നഷ്ടമാവുന്നതിന് മുമ്പേ തന്നെ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ മരണമടയാണ് ചെയ്യുന്നത്. ഇത്രയും ചരിത്രത്തിൽ ഒരു മുസ്ലിം നേതൃത്വം ഒരു വലിയ വലിയ അധികാര രാഷ്ട്രീയ ഘടനയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി നാടുകടത്തപ്പെടുകയും പിന്നീട് ലോക മുസ്ലിം അധികാര കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ വസീറുകളിൽ, പ്രധാനപ്പെട്ട അഡ്വൈസറുകളിൽ ഒരാളായി മാറുകയും ചെയ്യുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് കേരളത്തിനെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക്, വിവിധ ലോകങ്ങളിലേക്ക് കേരളത്തിന്റെ പ്രശ്നങ്ങളെ, കേരളത്തിന്റെ തന്നെ ചർച്ചയെ, ഈ പറയുന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെ വിവിധ ലോകങ്ങളിലേക്ക് ഒരു ഗ്ലോബൽ ടച്ച് കൊടുക്കുന്നതിലും ഒരു ഗ്ലോബൽ റീച്ച് കൊടുക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ കോൺട്രിബ്യൂഷൻ പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1900-ങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചർച്ചയായ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അതായത് കേരളത്തിലെ 1900-ങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന വിവിധ സംഭവങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് വിരുദ്ധ ശക്തമായ പോരാട്ടങ്ങൾ ലോകത്തുണ്ടാവുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട അതിനൊരു 10 വർഷത്തിന് ശേഷം 1901 അദ്ദേഹം മരിക്കുന്നു. ഏകദേശം 20 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ നോക്കുക. വിവിധ ഭാഗങ്ങളിലെല്ലാം സാമൂതിരി അടക്കമുള്ള ആൾക്കാരൊക്കെ അധികാരം നഷ്ടപ്പെടുന്നു. എല്ലാ പ്രദേശത്തും, അതായത് ട്രാവൻകൂർ അടക്കമുള്ള ഏകദേശം കേരളത്തിന്റെ 90% ഭാഗങ്ങൾ മുഴുവൻ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന്റെ കീഴിലേക്ക് വരുന്നു. സ്വാഭാവികമായും അവിടെ വിവിധ മുസ്ലിം നേതാക്കന്മാരും ഹിന്ദു നേതാക്കന്മാരും എല്ലാം ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്തിന് തയ്യാറായി ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം 1900 മുതൽ 1920 വരെയുള്ള കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പോകാനുള്ളത്. എങ്ങനെയാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം, അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ഗാന്ധിജിയുടെയും മൗലാന ആസാദിന്റെയും അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലും കേരളത്തിലെ തന്നെ മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലും എല്ലാം എങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേരിട്ടുള്ള സായുധ പോരാട്ടങ്ങൾക്ക് കാരണമാവുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മളെ ഒരു സെഷനിൽ കുറച്ചുകൂടി 2 പാർട്ടായിട്ട് ക്രമീകരിച്ചത് തന്നെ ഈ അർത്ഥത്തിലുള്ള സംശയങ്ങൾക്കും അതുപോലെ തന്നെ സംവാദ അഭിപ്രായ കൈമാറ്റങ്ങൾക്കും ഒക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഏകദേശം അരമണിക്കൂറോളം മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. കൂടുതൽ സമയം സംവാദത്തിലേക്ക് നീട്ടിവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു അർത്ഥത്തിൽ
വളരെ വലിയൊരു സമയം നമ്മുടെ ചർച്ചയുടെ വലിയ സിംഹഭാഗം തന്നെ ചർച്ചയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുമെന്ന് കരുതുന്നു. അതിനുള്ള സമയമാണ് ഇനിയുള്ളത്. സംശയങ്ങൾ ഉള്ളവർക്ക് ഒന്നെങ്കിൽ കമന്റ് ബോക്സോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിനും പ്രയാസമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ആ അർത്ഥത്തിലും കൈകാര്യം ചെയ്യാം. സംശയങ്ങളില്ലെങ്കിൽ 1-2 പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്ത് ചേർക്കാം. അതായത് അതാവും നന്നാവും. ആ പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് ആക്കിയാൽ പോരെ, അല്ല നല്ലത്? ഓക്കെ. അതായത് അറക്കൽ ഡൈനാസ്റ്റിയുടെ ചരിത്രവും നമ്മളുടെ ഒരു വിഷയമായി ചേർത്ത് വെക്കേണ്ടതാണ്. 1600-700-കൾക്ക് ശേഷമുള്ള കാലഘട്ടം, ഏകദേശം 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് തുടക്കം വരെയുള്ള കാലഘട്ടങ്ങളെല്ലാം അറക്കൽ ഡൈനാസ്റ്റി കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം ഡൈനാസ്റ്റിയാണ് അറക്കൽ ഡൈനാസ്റ്റി. അവർ ഉസ്മാനിയ ഖിലാഫത്തിനോട് സൈന്യം ആവശ്യപ്പെടുന്നുണ്ട് ഇവർക്കെതിരെ പോരാടുക എന്നുള്ള അർത്ഥത്തിൽ. അതായത് മുസ്ലിങ്ങളുടെ ഏക ഡൈനാസ്റ്റിയായ അറക്കൽ ഡൈനാസ്റ്റി ഉസ്മാനിയ ഖിലാഫത്തിനോട് സൈന്യം ആവശ്യപ്പെടുന്ന ഒരു ചരിത്ര സംഭവങ്ങൾ പോലുണ്ട്. അത് മാത്രമല്ല 1700 ആ കാലഘട്ടത്തിൽ ഇവിടെ അറക്കൽ ബീവിയുടെ അധികാരാരോഹണ സമയത്ത് ഉസ്മാനിയ ഖലീഫ ലെറ്റർ അയക്കുന്നുണ്ട്. അത് ഇന്നും ഇപ്പോഴും നമുക്ക് അറക്കൽ ഡൈനാസ്റ്റിയുടെ ആ അറക്കൽ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ആ ലെറ്ററിൽ തന്നെ ഈ പറഞ്ഞ അറക്കൽ ബീവിയെ ആശീർവദിക്കുകയും അവരെ പറയുന്നത് സുയാനത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ, അദ്ദേഹം സ്വാഭാവികമായും ഒരു ഖലീഫയായതുകൊണ്ട്, ഒരു മുസ്ലിം ഭരണാധികാരി ആയതുകൊണ്ടും, അതുപോലെ തന്നെ അറക്കൽ ഡൈനാസ്റ്റി ഒരു മുസ്ലിം ഡൈനാസ്റ്റി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ ലെറ്ററിൽ, ആ പറയുന്ന ആശീർവദിച്ചുകൊണ്ടുള്ള ലെറ്ററിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്ന സുയാനത്തുൽ മുസ്ലിമീന വൽ ഇസ്ലാം, അതായത് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും സംരക്ഷിക്കേണ്ടത് അറക്കൽ ബീവിയുടെ കടമയാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലെറ്റർ ഉണ്ട്. അത് മുമ്പാണ് സംഭവിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന ലെറ്ററുകൾ അത് അദ്ദേഹത്തെ ഈ പറയുന്ന ലെറ്ററുകളിൽ, അതിന് ശേഷമുള്ള ലെറ്ററുകൾ ഇവിടുന്ന് അദ്ദേഹം അറക്കൽ ബീവി ഉസ്മാനിയ ഖലീഫയ്ക്ക് ലെറ്റർ അയക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്ന രീതിയിൽ സൈന്യത്തെ അന്വേഷിച്ചുകൊണ്ട്. പക്ഷേ ആ സമയത്ത് അവിടെ ഫ്രഞ്ചുകാരും റഷ്യക്കാരുമായിട്ടുള്ള വിവിധ പോരാട്ടങ്ങൾ, വിവിധ യുദ്ധങ്ങളുടെ സാഹചര്യത്തിലായതുകൊണ്ട് ഖലീഫയ്ക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സംഭവം കൂടിയുണ്ട്. ആ ഒരു തരത്തിൽ അറക്കൽ ഡൈനാസ്റ്റി പോലും കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ വിഷയത്തിൽ ഒരു ഗ്ലോബൽ കണക്ഷൻ ഉണ്ടാക്കാനും പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു കേരള മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങൾ, ഏകദേശം നമുക്ക് പറയാം എറണാകുളം വരെയുള്ള കാലഘട്ടത്തിൽ വേറെ മുസ്ലിം പ്രദേശങ്ങളൊക്കെ അവിടെ അധികാരം ഉണ്ടായിരുന്ന ടിപ്പു സുൽത്താന്റെ കാലം, ഹൈദരാലി ടിപ്പു സുൽത്താന്റെ കാലഘട്ടം, അതുപോലും ഒരു കേരളത്തിലെ മുസ്ലിങ്ങളെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ടിപ്പു സുൽത്താന്റെ സൈനിക സാന്നിധ്യം പോലും, അദ്ദേഹത്തിന്റെ അധികാര പരിധി പോലും കാരണമായിട്ടുണ്ട്. അതായത് നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴും ഹൈദരാലി ടിപ്പു സുൽത്താന്റെ ചരിത്രം പോലും ഇവിടുത്തെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരങ്ങൾക്ക് ഒരു സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് അതിന് ചേർത്ത് വായിക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു. സൈനുദ്ദീൻ ഒന്നാമന്റെ ചരിത്രം, അത് സൈനുദ്ദീൻ രണ്ടാമന്റെയും പിന്നെ ഖാദി മുഹമ്മദിന്റെയും ഉമർ ഖാദി, അത് ഇവരുടെയൊക്കെ ചരിത്രം ഞാൻ പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട അവരുടെ ചരിത്രങ്ങളിൽ അവർ ആദ്യം എടുത്തു പറയുന്നത് ഈ സാമൂതിരിയുടെ കീഴിൽ മുസ്ലിങ്ങൾ അണിനിരന്നുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേ തന്നെയാണ് ഈ പറയുന്ന ഒരുപാട് പേർ, ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് പേർ, മലബാറിലുള്ള ഒരുപാട് മുസ്ലിങ്ങൾ മക്കക്കാരായ അറബികളായ പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. അതായത് ഇവിടെയുള്ള ഹിന്ദുക്കളോട് ഞങ്ങൾ പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെയാണ് വേണ്ടത്, ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രീതിയിലുണ്ട്. അപ്പൊ ഇബ്നു ഹജർ ഹൈസമി, അതായത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ഉസ്താദ് ഷെയ്ഖ് ഇബ്നു ഹജർ ഹൈസമി, അദ്ദേഹത്തിന്റെ ഫത്താവയിൽ, അദ്ദേഹത്തിന്റെ ഫത്വയുടെ കളക്ഷനിൽ ഈ പറയുന്ന 20ഓളം മലബാർ വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ആ ഫത്വകളിൽ അദ്ദേഹം ചില സമയങ്ങളിൽ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ ഒരു ദാറു ദഅവ, അതായത് ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾ സമാധാനപൂർവ്വം അവരുടെ ആരാധന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നില്ല എങ്കിൽ അതിനെയും ഒരു ദാറുൽ ഇസ്ലാമിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന
കൊണ്ടുവരാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഫത്വകളൊക്കെ നമുക്ക് ഇബ്ൻ ഹജറുൽ ഹൈസമിയുടെ ഫത്താവയുടെ കളക്ഷനിൽ കാണാൻ കഴിയും. ഞാൻ പറയണത് ഇങ്ങനെയുള്ള ചർച്ച നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന ചർച്ചകൾക്കൊന്നും ഇട നൽകാതെ സാമൂതിരിയുടെ കീഴിൽ മുസ്ലിങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുന്നത്. ഈ പറയുന്ന ചർച്ചകൾ നടത്തുന്നതേ ഇല്ല കേരളത്തിൽ. ഈ ചർച്ചകൾ നടക്കുന്നത് അങ്ങ് അറബ് ഭാഗത്താണ്. കേരളത്തിൽ ഈ ചർച്ചകൾ ഇടാതെ തന്നെ അത്രയും സഹവർത്തിത്വത്തോടുകൂടി സാമൂതിരിക്ക് തന്നെ ബുക്ക് സംഭാവന ചെയ്യുന്ന, സാമൂതിരിക്ക് തന്നെ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന, അവരുടെ രചനകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയും കേരളത്തിലുണ്ടായി. അപ്പോ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അറബ് ലോകത്തും ഉണ്ട്, കേരളത്തിലുമുണ്ട്. എന്നിട്ട് പോലും കേരളത്തിന്റെ സാമൂഹിക കാലികമായ സാഹചര്യത്തിലാണ് ഈ പണ്ഡിതന്മാർ അവരുടെ ഇസ്ലാമിനെ, അവരുടെ വീക്ഷണത്തെ, ജിഹാദിനെ വിശദീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു തരത്തിലുള്ള ഒരു ഗ്ലോബൽ ടച്ചും കൂടി നമ്മുടെ കേരളീയ അല്ലെങ്കിൽ മലബാർ മുസ്ലിം ചരിത്രത്തിൽ നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇത് അധിനിവേശം തിന്മയ്ക്കെതിരെ പോരാടുക എന്നുള്ളത് പൊതുവെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അതായത് ഒരു പ്രവാചക വചനം തന്നെയുണ്ട്, അഫ്ളലുൽ ജിഹാദ് ഖൗലു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. അത് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് എന്ന് പറയുന്നത് അതിക്രമികാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വികാരങ്ങൾക്കെല്ലാം പോർച്ചുഗീസുകാർക്കെതിരാവട്ടെ, ഡച്ചുകാർക്കെതിരാവട്ടെ, ബ്രിട്ടീഷുകാർക്കെതിരാവട്ടെ, കേരളത്തിൽ തന്നെ ഉണ്ടാവുന്ന വിവിധ ഇവരുടെ സിൽബന്ദികളായ ഭരണാധികാരികൾക്കെതിരാവട്ടെ, അവിടെയൊക്കെ ഉണ്ടാവുന്നത് അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ഈമാനിക വിശ്വാസപരമായ ഊർജവും കൂടി ഈ പറയുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുണ്ട്. ആ ഒരു കണക്ഷനും കൂടി, ഇസ്ലാമിന്റെ ആ ഒരു തരത്തിലുള്ള ഒരു കണക്ഷൻ കൂടി, ആശയപരമായ ഒരു കണക്ഷനും കൂടി നമ്മുടെ ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് ആ ചർച്ചാ സെഷനിലേക്ക് കടക്കല്ലേ? ഓക്കെ, ചർച്ചയിലേക്ക് കടക്കുകയാണ്. അധികം ദീർഘിക്കുന്നില്ല. മാക്സിമം വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചർച്ച നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത വിഷയത്തിന് പുറത്തുള്ള സംശയങ്ങൾക്ക് നമുക്ക് വേറൊരു വേദി നമുക്ക് കണ്ടെത്താം. ഈ അർത്ഥത്തിൽ ചർച്ച വിഷയത്തിൽ മാത്രം ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓരോരുത്തരായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. താങ്കൾ ഇവിടെ പറയുന്ന പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ആ കാലഘട്ടം, അതിന് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തോഫത്തുൽ മുജാഹിദീൻ അത് ആദിൽ ഷാ ആണ് സമർപ്പിക്കുന്നത്, അല്ല സാമൂതിരിക്കല്ല. ആദിൽ ഷാക്ക് ഡെഡിക്കേറ്റഡ് ടു ആദിൽ ഷാ. കൂടാതെ ആ കാലഘട്ട വിവിധ പിന്നെ ഈ കേരളത്തിലെ തീരപ്രദേശങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മരക്കാർമാര്, കുട്ടിയാലി മരക്കാർ, കുട്ടി ഇബ്രാഹിം മരക്കാർ, അതുപോലെ തന്നെ പിന്നെ അലി ഇബ്രാഹിം മരക്കാർ, ഇവരൊക്കെ നേതൃത്വം കൊടുത്ത ആ സമര കാലഘട്ടത്തില് അവർ നേരിട്ട് അന്ന് തുർക്കിയിലെ ലെറ്ററുമായി പോവുകയും അവിടുന്ന് സഹായിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അവർക്ക് സഹായം വഴിമധ്യേ യമനിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് കാരണം അവര് പിന്നെ തുർക്കിയിലെ ഖലീഫ പറയുന്നുണ്ട്, പിന്നെ ഈജിപ്തിലെ അന്നത്തെ സുലൈമാൻ ഭാഷയെ പോയി കാണണം. അങ്ങനെ അത് ആ സൈന്യം ഇവിടെ വരുന്നതിന് തൊട്ടു പുറകായിട്ടാണ് അത് യമനിലൊരു വിപ്ലവം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് മാറുന്നത്. കൂടാതെ ആ സമയത്ത് സഹായം ചെയ്ത് ആദിൽ ഷാ പിന്നെ ഇവിടെ കർണാടകയിലുള്ള ഒരു ബിജാപൂർ സുൽത്താൻ ആദിൽ ഷാണ് അവിടെ സഹായം. അതിനാണ് ആ ബുക്ക് ഡെഡിക്കേറ്റ് തോഫത്തുൽ മുജാഹിദീൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്, അല്ലാതെ സ്വാമിരിക്കല്ല. പക്ഷെ പറഞ്ഞോട് എന്റെ വിഷയം അതല്ല. ഇത്രയും ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു 1921 റവല്യൂഷന് താങ്കൾ ആ ഭാഗത്തേക്കൊന്നും പോവാതെ ഇവിടെയുള്ള പിന്നെ പഴയ ഹിസ്റ്ററിയുടെ ഇതിലേക്ക് പോവുകയും, എന്നാൽ ഖിലാഫത്ത് മൂവ്മെന്റ് അതുകൊണ്ടുണ്ടാക്കിയ ഇമ്പാക്ട് അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം പിന്നെ ഗ്ലോബൽ ഏറ്റവും അധികം വിഷയങ്ങൾ ഉണ്ടായത് ഉദാഹരണമായിട്ട് ആ കാലഘട്ടത്തിലോട് കൂടിയാണ് തുർക്കി പിന്നെ അത്താതുർക്കിന്റെ കയ്യിലേക്ക് ആ സമയത്ത് അവിടെ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണമെന്ന് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ റെക്ടേഴ്സ് അവിടുത്തെ ഫത്വ വരുന്നു. ഈ സമയത്ത് തന്നെ പിന്നെ
സൗദിയിൽ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ പിന്നെ അതുപോലെ തന്നെ ബിൻ വഹാബും അബ്ദുൽ അസീസും കൂടിയും വാളും ഖുർആാനും തമ്മിലുള്ള അഗ്രിമെന്റോട് കൂടി ഇനി ഒരു കാലം ഖിലാഫത്തിനെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാ മേഖലകളും മറ്റൊരു രൂപത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുകയാണ്. ഈ സമയത്ത് അത്താക്കിന്റെ അവിടെ തുർക്കികള് അവിടെ അതുപോലെ തന്നെ അസർ യൂണിവേഴ്സിറ്റി അവരൊക്കെ എന്ത് പറയുന്നത്, ഇത് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ നിൽക്കുന്ന ചില പശ്ചാത്തലങ്ങൾ 1921 ശേഷം ബ്രിട്ടീഷുകാർ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഖിലാഫത്ത് വലിയൊരു തരംഗമായിട്ട് കേരളത്തിലുണ്ടായ ഖിലാഫത്ത് അവർക്ക് ചെയ്യരുത്, ഇനി ലോകത്ത് ഖിലാഫത്ത് ഫേസ് ചെയ്യരുത് എന്നൊരു തീരുമാനം ബ്രിട്ടൻ എടുക്കുന്നുണ്ട്. അതിനാണ് ഒരു പ്രത്യേക ചാരം തന്നെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവരെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ച പിന്നെ അതേ വ്യക്തി തന്നെയാണ് അവിടെ തുർക്കിയിൽ പോയിട്ട് അത്താതുർക്കിനെ കാണുകയും ഇനി മേലാല് ഈ തരത്തിലുള്ള ഒരു ഖിലാഫത്ത് എന്നൊരു വേർഡ് പോലും ഉപയോഗിക്കരുത്. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, വാട്ട് വി വാണ്ട് യൂസ് ഫോർ ദ മുസ്ലിംസ് ദ നെക്സ്റ്റ് സ്ലോഗൻ എന്നിട്ടുണ്ട്. ആ സ്ലോഗന് ബിൻ വഹാബിന് കൊടുക്കുന്ന മറുപടി, നിങ്ങൾക്ക് ഖിലാഫത്തിനേക്കാളും ഏറ്റവും പറഞ്ഞത് ഷിർക്കല്ലേ, ആ ഷിർക്ക് പറഞ്ഞാൽ മതി എന്ന്. ഈ ഷിർക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ചാരനായ അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് സെലഫികൾ ഈ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഷിർക്കാണെന്ന് പറഞ്ഞ ഫത്വ പുറപ്പെടുവിക്കുന്നൊക്കെ ഇതിന് ശേഷമാണ്. ഇത്തരത്തിൽ ഒരുപാട് ഗ്ലോബൽ ഇഷ്യൂസ് ഈ 1921 ശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഇവിടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന സമയത്ത് അടികൾ മുഴുവനും ഹുസൈൻ ഷെരീഫിന്റെ മക്ക ഗവർണറായ ഹുസൈൻ ഷെരീഫിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടാണ് പിന്നെ സമരത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ അവസ്ഥ അറബികളുടെ ഇടയിലുണ്ട്. അതായത് നമ്മളെ ഭാഗത്തുള്ളവര് ഇന്ത്യയില് ഗാന്ധിജിയും അതുപോലെ തന്നെ പിന്നെ കേരളത്തിലുള്ള പിന്നെ നേതാക്കന്മാരും ഇന്ത്യയിലുള്ള അലി സഹോദരന്മാര് ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരെ വേണ്ടിയുള്ള പിന്നെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന സമയത്ത് മക്ക ഗവർണറായ തുർക്കിയിലുള്ള അറബിയായ മക്ക ഗവർണർ അവനെ പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ തമ്മിൽ നടക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. രഹസ്യ എഗ്രിമെന്റിൽ പറയുന്നത് പിന്നെ വേൾഡ് യുദ്ധത്തിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ഞങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ അറബ് ലോകം മുഴുവനും നിനക്ക് തരാം എന്നുള്ള ഒരു അഗ്രിമെന്റോട് കൂടി അറബികളെ മുഴുവനും പിന്നെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് അവരുടെ സമരത്തിന് നിർത്തുന്നുണ്ട്. അപ്പൊ ഇപ്പോഴുള്ള ഒരുപാട് ഇമ്പാക്ട് 1921 കൂടി ഉണ്ടായിട്ടുണ്ട്. ആ ഫസ്റ്റ് വേൾഡും തുർക്കിയെ തകർത്തതും അതിനുശേഷം ഉണ്ടാവുന്ന പിന്നെ ഖിലാഫത്ത് എന്ന വേർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നും അസർ യൂണിവേഴ്സിറ്റി വീണ്ടും ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതും അതിന് ബിൻ വഹാബും അബ്ദുൽ അസീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ അത് ഇങ്ങനെ അടഞ്ഞ ചാപ്റ്ററാണെന്ന് പറയുന്നതും അവർക്ക് പുതിയൊരു നിർദ്ദേശം പിന്നെ ഈ സെലഫികൾക്ക് എങ്ങനെ വർത്തിക്കണം, എന്താണ് അവരുടെ പുതിയ മുദ്രാവാക്യം, അതിനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഷിർന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ അവിടെ ഉണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോവാതെ ഈ പശ്ചാത്തലത്തിലേക്ക് എന്തുകൊണ്ടാണ് താങ്കൾ വന്നത്? ഒന്നാമത് ഇത് എന്റെ ടോക്കിന്റെ ആദ്യ ഭാഗമാണ്. എനിക്ക് ഇനി മറ്റന്നാള് ഇതേ വിഷയത്തിൽ തന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറയേണ്ട രണ്ടാമത്തെ ടോക്ക് ഉണ്ട് മറ്റന്നാള്. അതിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ അവിടെ പറയും. ഓക്കെ, താങ്ക് യു. അത്രേ ഉള്ളൂ. കാരണം ഒന്നാമത് ഈ പറയുന്ന നമ്മുടെ മമ്പുറം തങ്ങളുടെ മരണം വരെ ഒരു കാലഘട്ടമാണ്, ഒരു സാമ്രാജ്യ വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമാണ് അത്. അതും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ പതനം 1909 നടക്കുന്നുണ്ട്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പതനത്തോടു കൂടിയാണ് ഖിലാഫത്ത് തകരുന്നത്, പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയേക്കുന്നത്. കാരണം ഗ്ലോബൽ രണ്ടാമത്തെ ഘടകമാണ് ഖിലാഫത്തിന്റെ പതനവും ഖിലാഫത്ത് സമരവും. അത് രണ്ടാമത്തെ ഘട്ടമാണ്. അത് ഞാൻ മറ്റന്നാൾ സംസാരിക്കും. ഓക്കെ, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
സൈഫുദ്ദീൻ സാഹിബേ, പറയൂ. ഒരു ചോദ്യം വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വന്നത് ചോദ്യമല്ല, വിട്ടുപോയതല്ലോ എന്ന് ചോദിക്കാണ്. തുർക്കിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളൊക്കെ, തുർക്കി തൊപ്പി പോലുള്ള ഇതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആ റിലേഷൻ എങ്ങനെയാന്നുള്ളത് അടുത്ത ക്ലാസ് അത് പറയാം. കാരണം തുർക്കി തൊപ്പി, തുർക്കി റിലേഷൻ, തുർക്കി സൈനിക അടയാളമൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ് സംസാരിക്കാം. കാരണം അവിടെയാണ് അത് ഇൻഫ്ലുവൻസ് കൂടുതൽ ചെയ്യണത്. ഓക്കെ, കാരണം അതിനു മുമ്പില്ല. കാരണം ഈ തുർക്കി തൊപ്പി ചർച്ചകളും സാധനം കേരളത്തിൽ വരുന്നത് വാര്യൻ കുന്നത്തിന്റെ ജീവിതഭാവം, അദ്ദേഹത്തിന്റെ പടയാളിയുടെ കഥയിലൊക്കെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്കത് അവിടെ പറയാം. ഓക്കെ. പക്ഷെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സമരത്തിന് ഒരുപാട് വിവിധ അറബ് രാജ്യങ്ങളും അവിടുത്തെ തുർക്കി അടക്കം പല നേതൃത്വവും സഹായങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ 1921 മലബാർ റഷ്യന് വേണ്ടി ഒരു വിദേശ ശക്തികളും ഒരു സഹായമോ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളോ എടുത്തിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ വിഷയം അടുത്തതിൽ സംസാരിക്കാം. എന്തുകൊണ്ട്? കാരണം ഒന്നാമത് തന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അറബ് മുസ്ലിം ലോകം എന്ന് പറയുന്നത് വളരെ തകർന്നടിഞ്ഞ അധികാരക്രമമുള്ള ഭാഗങ്ങളാണ്. ഇപ്പോ ടിപ്പു സുൽത്താന്റെ പതനം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു അറക്കൽ ഡൈനാസ്റ്റി ഇല്ലാണ്ടായി. ടിപ്പു സുൽത്താന്റെ പതനം തീർന്നു. ഉസ്മാനിയ ഖിലാഫത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ പതനത്തോടു കൂടി അത് ആ ആഭ്യന്തര സംഘർഷങ്ങളും എല്ലാ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഹുസൈൻ മക്മോഹൻ കരാർ 1915-16 കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നു. ബാൽഫർ ഡിക്ലറേഷൻ 17 ഉണ്ടാവുന്നു. അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന സൗദി എന്ന് പറയുന്ന സ്റ്റേറ്റ് 1932 സ്ഥാപിക്കപ്പെടുന്നു. അതിനു മുമ്പ് റിയാദ് പോലുള്ള പല പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ കിങ് അബ്ദുൽ അസീസ്, അത് കിങ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം പിടിച്ചടക്കുന്നു. അപ്പം അവിടെ ഷെരീഫ് ഹുസൈന് ബ്രിട്ടീഷുകാർക്കൊപ്പം ചേരുന്നു. അപ്പം അങ്ങനെ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കാണിക്കുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടെ സൗത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റികളൊക്കെ ദുർബലമാവുന്നു. അവിടെയൊക്കെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ കയറുന്നു. അങ്ങനെ പിന്നെ അറബ് ഭാഗത്തേക്ക് പോകുമ്പോഴും ആ ഭാഗങ്ങൾ മുഴുവൻ ഫ്രഞ്ചിന്റെയോ ലിബിയയുടെയോ ഇറ്റലിയുടെയോ, ഫ്രഞ്ച്, ഇറ്റലി, ബ്രിട്ടീഷ് ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട ഇമ്പീരിയലിസ്റ്റുകളുടെ കീഴിൽ അധികാരത്തിൽ വരുന്നു. ആർക്കും സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് കേരളത്തിലേക്ക് ഒരു സഹായം ഉണ്ടാവില്ല. അവസാനം പോലും വന്ന സഹായം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ ഒരു കൈയായിരുന്നു. അദ്ദേഹം വധിക്കപ്പെടുന്നതോടുകൂടി അതും ഇല്ലാണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. പിന്നീട് ഒരു സഹായവും ഇല്ല. ബാക്കി മുഴുവനും പ്രക്ഷോഭങ്ങൾ മുസ്ലിങ്ങളും മലബാറികളായ ഈ പോരാട്ട മുഖത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പോരാട്ടങ്ങളാണ്. അത്രയും ഉണ്ടായിരുന്നുള്ളൂ അവസാന സഹായം. പിന്നൊരു സൈനിക ശക്തിയായിട്ട് വരുന്നത് നമുക്ക് പിന്നെ അറിയാം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതല്ലാതെ വേറെ ആരും സൈനിക ശക്തി ആ ഒരു കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭീതിതമായ തകർന്ന ഒരു സാഹചര്യത്തിലാണ് ആ പറയുന്ന ഒരു 6 മാസത്തേക്ക് എങ്ങാണെങ്കിൽ പോലും നമ്മുടെ വാര്യൻ കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയും വാലി മ്യൂസിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഭരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മുന്നണി രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. അതാണ് സംഭവം. വലൈക്കും അസ്സലാം. നിഹാദാണ്. ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഖിലാഫത്തിന് അനുകൂലമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള റിവൈവലിസ്റ്റ് മൂവ്മെന്റ് പോലെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അത്തരം മൂവ്മെന്റുകൾ ശക്തമായി നടന്നിട്ടുണ്ടോ? അത്തരം മൂവ്മെന്റുകളെ ഏകീകരിക്കാൻ വേണ്ടി, അതായത് ഒരു കൊളീഷൻ രൂപത്തിൽ അതിനെല്ലാം സഹായിക്കുന്ന രൂപത്തിൽ തുർക്കി ഖിലാഫത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സമീപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ഉണ്ടായത് ഏകീകരണമല്ല, അൽ ജാമിയ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ലോക മുസ്ലിം യൂണിറ്റി. ഇന്നത് ഇംഗ്ലീഷിൽ പാൻ ഇസ്ലാമിസോ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആ പദത്തോട് യോജിക്കുന്നില്ല. അപ്പം ജമാലുദ്ദീൻ അഫ്ഗാനി
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മുസ്ലിം ഡൈനാസ്റ്റികളെയും ഭരണകർത്താക്കളെയും നവാബുമാരെയും ഇതേപോലെ അമീർമാരെയൊക്കെ കണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡും ജമാലുദ്ദീൻ അഫ്ഗാനിനെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ആണ് അവസാനമായി ഈ പറയുന്ന അദ്ദേഹത്തെ സ്ഥാനമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു ഏകതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഫസൽ പാഷ സയ്യിദ് മമ്പറം തങ്ങളിനെ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം പ്രദേശത്തെ മുഴുവനും ഖിലാഫത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോക മുസ്ലിം യൂണിറ്റിന്റെ അതായത് ഖിലാഫത്തിന്റെ കീഴിലുള്ള അധികാര പ്രദേശങ്ങളെ ഏകീകരിക്കുന്നതിൽ ഒരു മലയാളിയുടെ ബന്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കേരളം ഒഴികെ ബാക്കിയുള്ള നല്ലൊരു ശതമാനം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര തിരിച്ച, അറബ് ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര വന്ന മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി സംസാരിച്ച ജമാലുദ്ദീൻ അഫ്ഗാനിയും അവസാനം എത്തിച്ചേരുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ ദർബാറിലേക്കാണ്. അദ്ദേഹവും അവിടെയാണ് അദ്ദേഹം മരണമടയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പറയുന്ന ഒരു ഏകീകൃത ചർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ സമയം തന്നെ 19ാം നൂറ്റാണ്ടിന്റെ ഏകദേശം നല്ലൊരു ശതമാനം കാലഘട്ടം മുഴുവനും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ മുസ്ലിം ലോകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധ മാത്രമല്ല, ഇറ്റാലിയൻ, ഫ്രഞ്ച് വിരുദ്ധ പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട് അതേ കാലഘട്ടത്തിൽ. 20ാം നൂറ്റാണ്ട് തുടക്കത്തില്, 19ാം നൂറ്റാണ്ട് അവസാനത്തില് സനൂസി മൂവ്മെന്റ് ലിബിയയിൽ നടത്തിയ പോരാട്ടങ്ങള്, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ജസായിരി ഫ്രഞ്ച് ഇവർക്കെതിരെ ഇവിടെ അൾജീരിയയിൽ നടത്തിയ പോരാട്ടങ്ങള്, അതുപോലെ തന്നെ റഷ്യൻ അധിനിവേശത്തിനെതിരെ ഇമാം ഷാമിൽ ചെച്ചിനിയിൽ നടത്തിയ പോരാട്ടങ്ങള്, അങ്ങനെ വിരുദ്ധ പോരാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനെയൊന്നും ഏകീകരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തി അന്നത്തെ മുസ്ലിം അധികാരികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അല്ല, ഇത്തരം പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ ചെറുത്തുനിൽപ്പുകളെയും ഒക്കെ അക്നോളജ് ചെയ്യുന്ന രീതിയിൽ ഉസ്മാനി ഖിലാഫത്തിന്റെ ഭാഗത്ത് നിന്ന് സമീപനം ഉണ്ടായിട്ടുണ്ടോ? അതായത് അവരുടെ, അത് മാത്രമല്ല ഈ മൂവ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ മൂവ്മെന്റുകളൊക്കെ അവരുടെ അലിജിയൻസ് വ്യക്തമായിട്ട് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ചില സന്ദർഭങ്ങളിലുണ്ട്. മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സനൂസി മൂവ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഉണ്ടാവുന്നത് തന്നെ ഈ പറയുന്ന സുഡാൻ ലിബിയൻ ഭാഗത്താണ് ഇത് വികസിക്കുന്നത്. സനൂസി മൂവ്മെന്റ് ഉണ്ട് ലിബിയയിലാണ് വികസിക്കുന്നതെങ്കിൽ മഹ്ദി മൂവ്മെന്റ് സുഡാനിലാണ് വികസിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പേരിൽ അധികാരം നടത്തുന്ന കുറെ നാടൻ ലോക്കൽ അതോറിറ്റി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെയും കൊള്ളതായ്മയൊക്കെ കാരണം അവർക്കെതിരെ പോലും പോരാടേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഖിലാഫത്തിൽ നിന്ന് ഒരു അഭിരുചി ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതേ സമയം തന്നെ ബ്രിട്ടീഷ് ഈ പറയുന്ന ഈ വെസ്റ്റേൺ അധിനിവേശത്തിന് എതിരെ പോരാടുമ്പം ഖിലാഫത്ത് സൈനികമായിട്ടല്ലെങ്കിൽ പോലും സപ്പോർട്ട് കൊടുത്ത ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഖിലാഫത്ത് മൂവ്മെന്റ് അതൊരു മൾട്ടി ഡയമെൻഷണൽ മൂവ്മെന്റ് ആണ്. അതായത് ഖിലാഫത്തിന് എലജിയൻസ് അത് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു ആന്റി കൊളോണിയലിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്നുള്ളത് പല ആളുകളും ഖിലാഫത്തിനെ ഒരു തരം എന്താ പറയുക ഒരു തരം കൊളോണിയലിസമായി വായിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം പ്രോ ഖിലാഫത്ത് ആളുകൾ ആന്റി കൊളോണിയലിസ്റ്റ് മറ്റ് സരണികളെ കൂടെ കൂട്ടുന്നതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട്? ആ ഒരു പെർസെപ്ഷൻ തകർക്കുന്നത്, അതായത് ഖിലാഫത്തും ഒരു തരത്തിലുള്ള ഒരു തരം ഇമ്പീരിയലിസം ആണ്, ഒരു തരം കൊളോണിയലിസം ആണ് എന്ന് പറയുന്ന ഒരു പെർസെപ്ഷനെ തകർക്കുന്നതിൽ പ്രോ ഖിലാഫത്ത് മൂവ്മെന്റുകൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഒബ്സർവേഷൻ പറയൂ. എനിക്ക് തോന്നുന്നു നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് കാരണം 2 ഭാഗങ്ങളായിട്ടാണ് എനിക്ക് വിഷയം തന്നത്. ഒന്ന് അതുകൊണ്ടാണ് 2 ദിവസമുള്ളതുകൊണ്ട് നമുക്കതെല്ലാം ഒറ്റയടിക്ക് പറയണേ. പിന്നെ അടുത്ത മറ്റന്നാള് വിഷയം പറയണമല്ലോ. അപ്പൊ അതിന് നമുക്ക് വിശദമായി കാര്യം സംസാരിക്കാം. നമുക്ക് ചർച്ചയിൽ അതെന്തായാലും വരുമല്ലോ. പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് സ്വാഭാവികമായും മുസ്ലിം ലോകത്ത് പണ്ട് ഈ ഖിലാഫത്ത് നടക്കുമ്പോൾ തന്നെ മുസ്ലിം ലോകത്ത് തന്നെയും ആദ്യമായിട്ട് ഒരു ശക്തമായ ഒരു വിഘടനം ഉണ്ടാവുന്നത് സൗദി കേന്ദ്രീകരിച്ചിട്ടാണ്. 1744 ഇപ്പൊ നേരത്തെ ആരാണ് പറഞ്ഞത്,
അത് ഒരു ഫാക്ച്വൽ എറർ ഉണ്ട്. ബിൻ വഹാബ് എന്നൊക്കെ പറയുന്നത് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അദ്ദേഹം 1744 ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അബ്ദുൽ അസീസ് ജീവിക്കുന്നത് 1900-കളിലാണ്. അപ്പൊ വലിയ 2-3 നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ വരവോടുകൂടിയും പിന്നെ ഇബ്നു സൗദ് എന്നാണ്, മുഹമ്മദ് ബിൻ സൗദ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുമാണ് ദരിയ കേന്ദ്രീകരിച്ചിട്ട് ഒരു ആദ്യത്തെ സൗദി സ്റ്റേറ്റ് രൂപീകരിക്കുന്നത്. അതിനുശേഷം അതോടുകൂടി ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ ഒരു വിരുദ്ധ ഗ്രൂപ്പാണ് എന്ന രീതിയിൽ ഫത്വ പോലും ഈ പറയുന്ന ആലു ഷെയ്ഖ് ഫാമിലി അദ്ദേഹത്തിന്റെ, അതായത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും അതിനുശേഷമുള്ള ആൾക്കാരും പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ അവർക്കെതിരെ ഒരു ഐഡിയോളജിക്കൽ റിഫ്റ്റ് തന്നെ ഉണ്ടാവുന്നുണ്ട്. സൗദി ഭരണകൂടവും അവരുടെ കീഴിലുള്ള ഈ സലഫി പണ്ഡിതന്മാരും പിന്നെ ഈ പറയുന്ന ഉസ്മാനി ഖിലാഫത്തും തമ്മിൽ. അപ്പം ആദ്യമായി തന്നെ ഒരു വിഘടനം ഉണ്ടാവുന്നത് സൗദികളാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിത ലോകത്ത് തന്നെ ഈ ഒരു കാരണത്താൽ തന്നെ ഖിലാഫത്തിനെതിരെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖിലാഫത്ത് മതപരമായി തന്നെ ശരിയല്ല, അവരുടെ അധികാരം പോട്ടെ, മതപരമായി തന്നെ ശരിയല്ല എന്ന് പറയുന്ന ഒരു വീക്ഷണം ഈ പറയുന്ന ആദ്യമായി രൂപപ്പെടുത്തുന്നത് ഇവരാണ്, ഈ സൗദി ഡൈനാസ്റ്റിയിലെ ഈ വിഭാഗക്കാരാണ്. പിന്നീട് സ്വാഭാവികമായും അധികാരം എന്ന് പറയുന്നത് പ്രാദേശിക ശക്തികൾ അവരുടെ ഒരു വലിയൊരു ചോദനയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത ഭരണത്തിനെതിരെ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കും. വിവിധ അറബ് രാഷ്ട്രങ്ങളൊക്കെ അങ്ങനെയാണ് ഭരിച്ചത്. നോമിനലി പേര് മാത്രം പറയും, എന്നാൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് അവരെ കൊളോണിയൽ ശക്തികളുടെ സഹായത്തോടു കൂടി തന്നെ വിഘടനം അവർ പിന്നീട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമാണ് അമീർ ഈ ഷെരീഫ് ഹുസൈൻ പോലും ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി അറബ് ഭീതിച്ചെടുക്കാൻ, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഭീതിച്ചെടുക്കാൻ തയ്യാറാവുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് 1900-കളിലെ കാലഘട്ടത്തിലാണ്, ഇതേ സമയത്ത് തന്നെ. അപ്പൊ അങ്ങനെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഖിലാഫത്തിനെ കുറിച്ച് നമ്മൾ പൊതുവെ ഒരു വലിയൊരു ഭാവന വെക്കാറുണ്ട്. ഖിലാഫത്ത് എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ല അറബ് ഭരണാധികാരികളൊക്കെ കണ്ടിരുന്നത്. അതിനെ ജസ്റ്റ് ഒരു മുസ്ലിം ലോകത്തെ കണക്ട് ചെയ്യുന്ന ഒരു ആശയമായിട്ട് കണ്ടെങ്കിൽ പോലും പല ഭാഗങ്ങളിലും ഒരു വികേന്ദ്രീകരണം, അധികാര വിഘടനമൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്കൻ ചരിത്രം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹദി പ്രസ്ഥാനമാവട്ടെ, അതേപോലെ സനൂസി പ്രസ്ഥാനങ്ങളൊക്കെയും അവിടെ ഉണ്ടായിരുന്ന ഉസ്മാനി ഈ ലോക്കൽ അതോറിറ്റിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടിയവരും അല്ലെങ്കിൽ അവരോട് തർക്കിച്ചവരുമായിരുന്നു. അങ്ങനെയും അതായത് അവരുടെ ഭരണം അത്ര നല്ലതായിരുന്നില്ല. മാത്രമല്ല അവിടെ ഈ പറയുന്ന കൊളോണിയൽ ശക്തി വരുമ്പോഴും അവരോട് പോരാടാൻ ഈ പറയുന്ന ഈ അതോറിറ്റിക്ക് കഴിയുമായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന വിവിധ സംഘടനകൾ രൂപപ്പെടുന്ന അക്കാലഘട്ടത്തിൽ. ഇതൊക്കെ ത്വരീഖത്തുകളാണ്, അതാണ് പ്രത്യേകത, സൂഫി ത്വരീഖത്തുകളാണ്. പക്ഷെ ഈ സൂഫി ത്വരീഖത്തുകൾ തന്നെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ ഈ പ്രദേശത്ത് നേതൃത്വം കൊടുത്തതും. ഇങ്ങനെ ഒരു വളരെ സങ്കീർണമായ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഖിലാഫത്തിനെ ഇപ്പൊ ഈ പതനത്തിന് മുമ്പേ തന്നെയും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരു ആശയപരമായ സ്വീകരണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മുമ്പേ തന്നെ. ഓക്കെ, താങ്ക്സ്. ഞാൻ ഉദ്ദേശിച്ചത് ബിൻ വഹാബ് എന്ന് പറഞ്ഞ അബ്ദുൽ വഹാബ് അല്ല, അബ്ദുൽ വഹാബിന്റെ മകനാണ്. അപ്പോൾ അബ്ദുൽ വഹാബിന്റെ മകനും നമ്മളെ അബ്ദുൽ അസീസും തമ്മിലുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് അല്ല, അദ്ദേഹത്തിന്റെ മകനെ, അതായത് 1700 അവസാനത്തിലാണ്, 1770 നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഷാവുൽദ ദഹ്ലവിയുടെ കാലത്ത് തന്നെയാണ് അദ്ദേഹവും മരിക്കുന്നത്, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അപ്പം കിങ് അബ്ദുൽ അസീസ് ജീവിക്കുന്നത്, അദ്ദേഹം മരിക്കുന്നത് 50 അടുത്തിട്ടാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആലു ഷെയ്ഖ് എന്ന് അറിയപ്പെടുന്നത് 2 കുടുംബമാണ് സൗദിനെ ഭരിക്കുന്നത്. അതാ ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുക. 2 കുടുംബമാണ് സൗദിനെ ഭരിക്കുന്നത്. ഒന്ന് ആലു ഷെയ്ഖ് ഫാമിലിയും ആലു സൗദ് ഫാമിലിയും. ഈ സൗദ് ഫാമിലി അമീറുകളാണ്, അവരാണ് ഭരണകർത്താക്കൾ. ആ ആലു ഷെയ്ഖ് ഫാമിലി അവരാണ് ഒഫീഷ്യൽ സ്കോളേഴ്സ്. അപ്പം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പണ്ഡിതനാണെന്നും അദ്ദേഹം ആലു ഷെയ്ഖ് ആണ്. ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മക്കൾ പരമ്പരയാണ്. ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അബ്ദുൽ ലത്തീഫ് അടക്കമുള്ള, അബ്ദുറഹ്മാൻ അടക്കമുള്ള ഒരുപാട്
ഏത് ബിൻ വഹാബ് എന്ന് പറഞ്ഞ തലമുറയിൽപ്പെട്ട ഒരാളാണെന്നുള്ള നിലക്കാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. ജോർജ് സൈദാൻ, ഫിലിപ്പ് ഹിറ്റീം, അതുപോലെ തന്നെ ഷെയ്ഖ് അലീം, എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് വാളും ഖുർആനും തമ്മിലുള്ള അഗ്രിമെന്റിനെ ഈ ഹിസ്റ്റോറിയൻസ് ഒക്കെ അത് 1744 സംഭവിക്കുന്നത്. അതിനെയാണ് ഈ ട്രീറ്റി എന്ന് പറയുന്നത്. അതായത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും മുഹമ്മദ് ബിൻ സൗദും തമ്മിൽ നടക്കുന്ന, ദരിയയിൽ നടക്കുന്ന ആ ട്രീറ്റിക്കാണ് ഈ പറയുന്ന വാളും സൈഫും, വാളും പിന്നെ എന്താണ് ഖുർആൻ എന്നൊക്കെ പറയുന്നത്. ആ ഒരു ട്രീറ്റിയെ കുറിച്ചിട്ടാണ്. അത് അന്നാണ് സംഭവിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രബോധനം, അതായത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയവും ഇദ്ദേഹത്തിന്റെ സൈനിക ശക്തിയും, അങ്ങനെ ഈ പറയുന്ന ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, മുനിസിപ്പാലിറ്റികള് ഇബ്നു സൗദിന്റെ നേതൃത്വത്തിൽ കീഴടക്കുന്നുണ്ട്. അതിന് പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമ്മുടെ ഇപ്പൊ ഇവരുടെയൊക്കെ പിതാവായ ഷെയ്ഖ് അബ്ദുൽ അസീസ്, കിങ് അബ്ദുൽ അസീസ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ വാപ്പയാണ് മറ്റേ അബ്ദുറഹ്മാൻ ഇബ്നു സൗദ്, ഇദ്ദേഹത്തിന്റെ വാപ്പ, കിങ് അബ്ദുൽ അസീസിന്റെ വാപ്പ. അതൊക്കെയും ഈ നൂറ്റാണ്ടിലാണ്, 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും ചരിത്രങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് 18-ാം നൂറ്റാണ്ടിന്റെ ചരിത്രമാണ്, വാളിന്റെയും കഥയും. പക്ഷെ അവര് തന്നെ, ആ രണ്ട് കുടുംബങ്ങൾ തന്നെയാണ് അവസാനം വരെയും പോരാടിയത്, ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാടിയത്. ഈ അറബികളെ ഭരിക്കണം എന്ന ഒരു ദേശീയത, സങ്കുചിത ദേശീയത ഈ ലെബനാനിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഒരു വിങ് 1910 വരുന്നുണ്ടല്ലോ. അതിനുശേഷമാണ് ഈ അറബികളുടെ ഇടയിൽ ഈ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നീങ്ങാന് ഗ്ലോബലായിട്ട് തന്നെ ഒരു അറബികൾ ഭരിക്കണം, ഒരു നാഷണലിസം അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അതിലൂടെയാണ് ഗ്ലോബലിൽ ഇങ്ങനെ ഒരു സമരം ഖിലാഫത്തിന് അറബികൾ പോലും ഖിലാഫത്തിനെതിരെ നീക്കമുണ്ടായത്. അതിന്റെ പിന്നില് പിന്നെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമാണെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിന് മുമ്പേ ചരിത്രമുണ്ട് വിഘടനത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗദികളുടെ ഫസ്റ്റ് സൗദി സ്റ്റേറ്റ് ഈ പറയുന്ന 1744 അത് തന്നെയും ഖിലാഫത്തിന്റെ അധികാരത്തിനെതിരായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അതിനു മുമ്പേ 1700-കൾക്ക് മുമ്പേ തന്നെ ഈ പറയുന്ന 1520, അതുപോലെ 1570, 1736 വരെ ഇറാൻ ഭരിച്ച സഫവി ഡൈനാസ്റ്റി, അതുപോലും ഈ പറയുന്ന സഫവി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഒരു ഷിയഈ ഒരു ഡൈനാസ്റ്റിയാണ്. ഇറാനാണ് ഭരിച്ചത്. അത് ഉസ്മാനിയ ഖിലാഫത്തുമായി നിരന്തരം യുദ്ധങ്ങൾ നടത്തിയ ഒരു ഡൈനാസ്റ്റിയാണ്. അവരും അവര് ഈ പറയുന്ന ഇറാൻ അടക്കമുള്ള ഇറാഖിന്റെ ചില ഭാഗങ്ങള്, അതുപോലെ തന്നെ ഇറാഖ് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളൊക്കെ കീഴടക്കിയത് ഈ പറയുന്ന സഫവി ഡൈനാസ്റ്റി. അത് പിടിച്ചടക്കിയത് മുഴുവൻ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാര പരിധിയിൽ നിന്നുള്ള സ്ഥലങ്ങളാണ്. അപ്പം ആദ്യം അവർ തന്നെ തുടക്കം ഇടുന്നുണ്ട് ഈ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിന്റെ തൊട്ട് ശേഷമാണ് ഈ പറയുന്ന അപ്പൊ നോക്കുക, ഒരു ഇറാൻ ബേസിക്കായ അറബി സംസാരിക്കുന്ന എന്നാൽ പേർഷ്യൻ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സഫവി ഡൈനാസ്റ്റി. അപ്പം അതിന്റെ ഒരു തൊട്ട് പുറകെയാണ് അവരുടെ അവസാനത്തോട് അടുക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ മുഹമ്മദ് ബിൻ സൗദിന്റെ വരികയും അങ്ങനെ 1744 ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പോയി കാണുകയും ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഗമം, ഈ ഒരു ആശയപരമായും സൈനികപരമായ സംഗമം അടുത്ത ഒരു ഖിലാഫത്ത് വിരുദ്ധ ഒരു നിലപാടിന് സഹായിക്കുന്നുണ്ട്. സഫവികൾക്ക് ശേഷം പിന്നീട് ചെയ്യുന്നത് സലഫികളാണ്. സഫവികൾ പിന്നീട് സലഫികൾ. അപ്പോ ഒന്ന് ഷിയാക്കളാണ്, മറ്റൊന്ന് സുന്നികളാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസമുണ്ട്. ഇവർ രണ്ടുപേരും ഖിലാഫത്തിനെതിരെയാണ്. അപ്പൊ ഈ ഒരു സമയത്തൊന്നും ബ്രിട്ടീഷുകാരില്ല, ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് ആ ഭാഗത്തേ ഇല്ല. പിന്നീടാണ് ബ്രിട്ടീഷുകാരുടെ പിന്നീട് 19-ാം നൂറ്റാണ്ട് തുടക്കത്തിലൊക്കെ ആണല്ലോ ബ്രിട്ടീഷുകാർ ശക്തമായി ഈ പ്രദേശങ്ങളൊക്കെ സ്വാധീനം ചെലുത്തുന്നത്. ആ ഒരു കാലത്തൊന്നും അത്ര അവരുടെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ലോകത്തില് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ടീം ഫ്രഞ്ചുകാരാണെന്ന് തിരിച്ചറിയുകയും പിന്നെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരോട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങി. ഇതേമാതിരി തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് ലോകസമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു മഹാശക്തി ജപ്പാനാണെന്ന് കരുതി ജപ്പാന്റെ കൂടെ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങുന്നു. ആ തരത്തിലുള്ള ഒരു വീക്ഷണം നമ്മുടെ ഈ ഖിലാഫത്ത് നേതാക്കന്മാർക്കൊന്നും ഗ്ലോബലൈസിൽ ആരെ ബന്ധപ്പെടും
അങ്ങനെ ഒരു തിരിച്ചറിവ് അവരുണ്ടായില്ല. അന്ന് ആ കാലഘട്ടത്തില് ജപ്പാനുണ്ട്, ചൈന ഉണ്ട്, മറ്റുള്ള പല രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ചെയ്ത പോലെ ഫ്രഞ്ചുകാരുണ്ട്, പലരുണ്ട്. ആ തരത്തിലൊന്നും ഒരു 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 ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വീക്ഷണം എന്തുകൊണ്ടാണ് നമ്മുടെ ഖിലാഫത്ത് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത്? നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഭായി. എല്ലാവരും ഈ പറയുന്ന ഫ്രഞ്ചുകാര് മുസ്ലിം ലോകം നല്ല ശതമാനം കീഴടക്കി ഭരിക്കുകയാണ്. പറയുന്ന നോർത്ത് ആഫ്രിക്കയിലെ വെസ്റ്റ് ആഫ്രിക്കൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ ഫ്രഞ്ചുകാരുടെ കയ്യില്, ഇറ്റലി അതേപോലെ തന്നെ നോർത്ത് ആഫ്രിക്ക ചില ഭാഗങ്ങൾ ഇറ്റലിയുടെ കയ്യില്, പിന്നെ ബ്രിട്ടീഷുകാരെ ആകെ മൊത്തം ഭരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക? ആരുടെ സൈന്യ സഹായമാണ് ചോദിക്കുക? ജപ്പാൻ ആ സമയത്ത് വളരെ ഉഷാറായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ കൂടെ അതുകൊണ്ടാണ് ജപ്പാനോട് സഹായം ചോദിക്കുന്നത്. അതേസമയം തന്നെ ഈ തകർക്കുന്നതിന് മുമ്പേ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ജർമ്മനിയുടെ സഹായം ഖിലാഫത്ത് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാം ലോക യുദ്ധത്തില് ജർമ്മൻ ബ്രിട്ടീഷുകാർക്കൊപ്പമാണ്, ജർമ്മൻ ഖിലാഫത്തിന്റെ ഒപ്പമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ നിലപാട് അവിടെ ഖിലാഫത്ത് സ്വീകരിക്കുന്നുണ്ട് ഒന്നാം ലോക യുദ്ധത്തില് 1914-18 കാലഘട്ടത്തില് സംഭവിക്കുന്നുണ്ട് ജർമ്മനിയുടെ സഹായം. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ പറയുന്ന വിവിധ മുസ്ലിം പ്രദേശങ്ങളെല്ലാം ഇവരുടെയൊക്കെ അധികാര പരിധിയിലായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പരാജയപ്പെടുകയല്ലേ ചെയ്തത്. ജർമ്മനിയിൽ ഈ തന്നെ ഒരു ഇന്ത്യയിൽ നിന്നൊരു ഒരു മൈഗ്രേഷൻ നടക്കുന്നുണ്ടല്ലോ, ബ്രിട്ടീഷ് വിരുദ്ധ മൈഗ്രേഷൻ. അത് അവസാന അഫ്ഗാനിസ്ഥാനിൽ പോവുകയും ഒരു വിപ്രവാസി ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിക്കുകയും ഒരു കിങ്, ഒരു രാജാവും അത് തന്നെ മൗലാന ബർക്കത്തുള്ള പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയും അതിന് ജർമ്മനി സഹായം ചെയ്യും. ഇങ്ങനെയൊക്കെ ഗ്ലോബലിൽ അവിടെയൊക്കെ നേതാക്കന്മാര് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ മൂവ്മെന്റുകളൊന്നും ഈ ഖിലാഫത്ത് ടീമിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കാർഗ മുന്നേറ്റമായിട്ടാണ് ഇത് കൂടുതൽ വായിക്കുമ്പോൾ തോന്നുന്നത്. അത് എന്റെ വീക്ഷണമാണെന്ന് എനിക്കറിയില്ല. കാരണം കൂടുതൽ ഇതിനെ പഠിക്കുമ്പോൾ അബൂബക്കർ സാഹിബ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കോ? മൈക്ക് മ്യൂട്ടായി പോയിട്ട്. അതായത് കൂടുതൽ നമ്മൾ വായിക്കുമ്പോൾ കൂടുതലും തോന്നുന്നത് ഒരു കാർഷിക ജന്മിത്ത സമയത്തിന്റെ ഒരു കൂടുതൽ പിക്ചറാണ് നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതില് അങ്ങനെ വന്നു പോകുന്നതാണോ അതോ നമ്മുടെ റീഡിങ്ങിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അത് റീഡിങ്ങിന്റെ കുഴപ്പമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. സൈഫൊക്കെ വേറെ ചോദ്യം വന്നിട്ടുള്ളതേ, അന്നത്തെ മലബാറിലെ പൊതുവെ എന്താണ് ബ്രിട്ടീഷ് പോർച്ചുഗീസ് വരവിന് മുമ്പ് തന്നെ നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു അറേബ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ. ഈ അർത്ഥത്തിൽ നമ്മുടെ വ്യാപാര ബന്ധത്തിന്റെ ഒരു വ്യാപ്തി എന്താണ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എവിഡൻസ് ഇഷ്ടം പോലുണ്ടല്ലോ. ഈ പറയുന്ന പിന്നെ കേരളത്തിൽ ഇസ്ലാം വരുന്നത് നബിയുടെ കാലത്ത് തന്നെ എന്ന് ഒരു ചരിത്ര വായന ഉണ്ടല്ലോ. മാലിക് ബിൻ ഹബീബ് ആ കുടുംബം ഇതിനു മുമ്പേ തന്നെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവാചകത്തിന് മുമ്പേ തന്നെയും അറബികളും ഈ പറയുന്ന മലബാർ കോസ്റ്റ്, കൊച്ചിൻ കോസ്റ്റ് ആ ഭാഗത്തുമായിട്ടൊക്കെ മുമ്പേ ബന്ധമുള്ളതാണ്. നമുക്ക് അറബികളും കേരളവുമായി തന്നെ മുമ്പേ ബന്ധമുള്ള, അറബികളും ഇന്ത്യക്കാരുമായി മുമ്പേ ബന്ധമുള്ളതാണ്. അതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന കാലത്തിന് മുമ്പേ ഉള്ള ബന്ധമാണ്. അപ്പൊ ഈ മുസ്ലിം ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിന് നല്ല ഉദാഹരണങ്ങൾ കിട്ടും. ഈ മെസപ്പൊട്ടോമിയൻ കണക്ഷനും ഇറാഖി കണക്ഷനും ഒക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സ്വാഭാവികമായും ആ ഒരു ചരിത്ര പശ്ചാത്തലം ഉള്ളത് കൊണ്ടും ഗൾഫ്, ഈ പറയുന്ന അറേബ്യൻ ഗൾഫോ ഈ പറയുന്ന ആ ഒരു ബന്ധം നമ്മൾ അറേബ്യൻ നാടുകളുമായും ഈ പറയുന്ന കേരളവുമായും ബന്ധമുള്ളത് കൊണ്ടും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെ, ഒരു ഭൂമിശാസ്ത്ര ബന്ധവും കൂടി നമുക്കും അവർക്കിടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഈ പറയുന്ന ഹദറമൗത്ത് പണ്ഡിതന്മാർ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മമ്പറം തങ്ങളുടെ ഫാമിലി, അതേപോലെ വിവിധ ഹദറമൗത്ത് ഈ ഇവിടെ യമനിലെ
വിവിധ ആൾക്കാരൊക്കെയും കേരളത്തിലേക്ക് എത്തുന്നത് ഈ വ്യാപാര ബന്ധം മുഖേനയാണ്. ആ വ്യാപാര ബന്ധവും അതിന്റെ കൂടെ അവർ പ്രബോധനവും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. എന്തായാലും അവരിവിടെ എത്തുന്നു, ആ ഒരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ പേർഷ്യൻ കവിതകളൊക്കെ എടുത്തു നോക്കുമ്പോ ഈ പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങളൊക്കെ അതിലുണ്ട്. അത് സ്വാഭാവികമായും ഈ ഇന്ത്യയെ കേരളത്തെ അപേക്ഷിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് നോർത്തേൺ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഹൈബർ ചുരമോ ഇതേപോലെ ഹിമാലയൊക്കെ കടന്ന് കയറി ഇറങ്ങി വരണം. പക്ഷെ കേരളം സൗത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് വരണമെങ്കിൽ ജസ്റ്റ് അറേബ്യൻ ഗൾഫ് അവർക്ക് ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം കേരളവുമായും ഈ പറയുന്ന ആൾക്കാർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് ഈ പറയുന്ന ചരിത്രം വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, പോർച്ചുഗലിലുള്ള അങ്ങ് എക്സ്ട്രീം വെസ്റ്റിലുള്ള ഒരു നാവികൻ അധിനിവേശ ത്വരയോടുകൂടി കേരളത്തിലേക്ക് എത്തുന്നത് പോലും കേരളത്തിന്റെ സ്പൈസിന്റെ കടത്തലും ട്രേഡുമായും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടും കൂടിയാണ്. അപ്പം സ്വാഭാവികമായും വാസ്കോഡി ഗാമയെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ എത്താമെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഗൾഫുകാർക്ക് എത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാടുകളിൽ ഇസ്ലാം വ്യാപനത്തിന് ഈ പറയുന്ന മലബാർ കോസ്റ്റും പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് ഈ പറയുന്ന അത്താസിന്റെ പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് മലായി പെനിൻസുലയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മലായി പെനിൻസുലയും അതുപോലെ തന്നെ നമ്മുടെ കേരളവുമായൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഈ പറയുന്ന അറേബ്യൻ ഗൾഫ് ഇന്ത്യൻ മഹാസമുദ്ര കണക്ഷൻ ഒക്കെ. അപ്പൊ ഒരേ സമയത്ത് തന്നെയാണ് അവിടെയും ഇവിടെയും ഇസ്ലാം വ്യാപിപ്പിക്കുന്നത്. അപ്പം ഈ ആച്ചെ കിങ്ഡം പോലുള്ള, സുമാത്ര കിങ്ഡം അല്ലെങ്കിൽ ആച്ചെ കിങ്ഡം പോലുള്ള വിവിധ കിങ്ഡങ്ങള് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അവരുടെ അതേ കാലത്ത് തന്നെ വിവിധ വ്യാപാര മാർഗങ്ങൾ അറബികളുമായിട്ടും ഈ പറയുന്ന വിവിധ അറബി ഡൈനാസ്റ്റികളുമായിട്ടും അറബി ട്രേഡേഴ്സുമായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ കാലഘട്ടവുമായി മലബാറുമായിട്ട് പോലും അതിന് ബന്ധമുണ്ടായിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങള് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാടുകളുടെ ഹിസ്റ്ററി അന്വേഷിച്ച് നോക്കുമ്പോഴും അത് കാണാം. മുസ്ലിംസിന്റെ ഹിസ്റ്ററി നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഹിസ്റ്ററി ചരിത്രം വെച്ച് നോക്കുമ്പോൾ, അതായത് കൊച്ചിൻ, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള ഭാഗങ്ങളും കാലിക്കറ്റ് ചരിത്രം വെച്ച് നോക്കുമ്പോഴും ഒരുപാട് ചരിത്രരേഖകളിൽ ഈ പറയുന്ന വ്യാപാര മാർഗങ്ങളെ കുറിച്ചുള്ള മാരിടൈം ഹിസ്റ്ററി അതിന്റെ എവിഡൻസ് ഒക്കെ ഒരുപാട് നമുക്ക് കിട്ടുന്നതാണ്. അത് കറക്റ്റാണ്, സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം കേരളത്തിൽ 1600 വരെ തീരപ്രദേശങ്ങളാണ് നാഗരികത ഉള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപകൾ മുഴുവൻ തീരപ്രദേശങ്ങളേ ഉള്ളൂ. ഇടനാട്ടിലൊന്നും ജനവാസമില്ല. 100 വർഷം അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഉൾനാടുകളിലേക്ക് ജനങ്ങൾ വരുന്നത്. പിന്നീടാണ് അവിടെ ജനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മിസറിന്റെയും ഈജിപ്തിന്റെയും ഇന്തോനേഷ്യയുടെയും എല്ലാവരുടെ പ്രോഡക്റ്റുകളും നമ്മുടെ ഇവിടെ ഉണ്ട്. മാത്രമല്ല, ഒരു മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ ആ 6 മാസം ഇവിടെ നിൽക്കുക കച്ചവടം ചെയ്യാനുള്ള പ്രോഡക്റ്റിലായിട്ടാണ് അറബികൾ ഇവിടെ വന്നിരുന്നത്. പിന്നെ 6 മാസം ഇവിടെ കച്ചവടം ചെയ്തിട്ട് അടുത്ത മൺസൂൺ വരുമ്പോഴത്തേന് 6 മാസമാകും. അത് കഴിഞ്ഞ് ഇവിടുന്ന് സാധനങ്ങളുമായിട്ട് അവർ അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് വേറെ ടീം വരും. അങ്ങനെ വ്യാപാരം, ഫോറിൻ വ്യാപാരം തീരപ്രദേശങ്ങളിൽ മുഴുവനും നിലനിന്നിരുന്നത്. കാരണം അവർ അത്രയും കാലം ഇവിടെ താമസിക്കുന്നുണ്ട്. അത് ഇന്തോനേഷ്യക്കാരാവട്ടെ, മെസഡോണിയക്കാരാവട്ടെ, പിന്നെ അറബികളാവട്ടെ, തുർക്കാവട്ടെ, പിന്നെ അതുപോലെ ഈജിപ്റ്റ്, അതുപോലെ തന്നെ ബാഗ്ദാദ്, ഇവരെല്ലാവരുടെയും അടയാളങ്ങൾ ഇവിടെ തീരപ്രദേശങ്ങൾ നോക്കിയാൽ, വംശങ്ങളിൽ നോക്കിയാൽ കാണാം. വ്യത്യസ്തമായ ആളുകളെ ഇപ്പോഴും ഈ തീരപ്രദേശങ്ങളിലൊക്കെ കഴിയും. അത് ഒന്നാം തെളിവുകളാണ്. വേറെന്തെങ്കിലും? നമ്മുടെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 5 മിനിറ്റ് കൂടി മുമ്പിലുണ്ട്. വളരെ പെട്ടെന്ന് ചോദിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചാൽ നമുക്ക് ഈ ഇന്നത്തെ സെഷനോടുകൂടെ അവസാനിപ്പിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?